أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله العزيز الجبار الجليل القهار الذي لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض. اللهم صل على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضل مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم تجري من تحتهم الأنهار في جنات النعيم.
صدق الله العلي العظيم. فقال نبينا وحبيبنا ومجتبانا ومرتضانا ومنجانا وملجانا وهادينا ومحبوبنا ومعشوقنا محمد صلى الله عليه وسلم. إن الله يصلح بصلاح الرجل الصالح ولده وولد ولده وأهل ضويراته وضويرات حوله فما يزالون في حفظ ما دام فيهم شفيعنا محمد مصطفى. يا صاحب البغداد كل حاضر يا مطلب الحاجات عبد القادر يا قادر يا قادر يا قادر يا شيخ محي الدين عبد القادر يا صاحب الأجمير كل ناصر يا مطلب الحاجات خواجة سنجري يا صاحب الكنور كل ناصر يا مطلب الحاجات مولى القادر يا صاحب الكنعال كل ناصر يا مطلب الحاجات عبد الله القادر يا صاحب المرياد كل ناصر يا مطلب الحاجات حمزة القادر يا صاحب المدبور كل ناصر يا مطلب الحاجات شيخ أبي بكر يا رب صل محمد منجي الخلائق من جهنم في غد مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي يا نبي سلام يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت نور فوق أنت كثير وغالي أنت مصباح صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم. ഈ മഹത്വമേറിയ വേദിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പ്രിയപ്പെട്ട സയ്യിദ്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജില്ലയുടെ എല്ലാ നന്മയുള്ള പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ഏത് സമയത്ത് വിളിച്ചാലും സ്നേഹത്തോടെ വിളി കേട്ട് ഞങ്ങളുടെ പ്രോഗ്രാമുകളിൽ സാന്നിധ്യം അറിയിക്കുന്ന പ്രിയങ്കരരായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പ്രിയപ്പെട്ട സയ്യിദ് നൗഫൽ അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഈ സദസ്സിന്റെ പ്രാർത്ഥന കർമ്മം നടത്തിയ
പ്രിയങ്കരനായ മൊയ്തു ഉസ്താദ് സ്വാഗത ഭാഷണം നടത്തിയ പാളയം ശാഖ SKSSFന്റെ കർമ്മോത്സുകനായ സെക്രട്ടറി ഷമീൽ ലോവി സാഹിബ്, യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പാളയം ശാഖ SKSSFന്റെ കർമ്മധീരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹൃത്ത് MK മുഹമ്മദ് ഷാഫി മാസ്റ്റർ അവർകളെ, ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച് മഹാനായ മർഹൂം കരീം ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനുഭാവനെ കുറിച്ച് ഓർമ്മകൾ നമുക്ക് നൽകിയ പാളയം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ അജയ്യനായ പ്രസിഡന്റ്, സാമൂഹിക സാംസ്കാരിക സാമുദായിക പ്രവർത്തനങ്ങളിൽ നിറപുഞ്ചിരിയോടെ എന്നും മുന്നിൽ നിൽക്കുന്ന പ്രിയങ്കരനായ MT കുഞ്ഞു മാസ്റ്റർ അവർകളെ, ജമാഅത്ത് കമ്മിറ്റിയുടെ അജയ്യനായ സെക്രട്ടറി, ഏത് സമയത്തും നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് ചടുലതയോടെ ഓടി നടക്കുന്ന KC അബ്ദുറഹ്മാൻ സാഹിബ്, വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ഞാനേറെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന K സാജിദ് ഹാജി സാഹിബ്, അഹമ്മദ് കുട്ടി പലേരി സാഹിബ്, PV അസീസ് ബാബൂഡ് സാഹിബ്, റസാഖ് MK സാഹിബ്, നൗഷാദ് TK സാഹിബ്, പ്രഗത്ഭരായ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, പടച്ചവന്റെ പ്രീതി കാംക്ഷിച്ച് സജ്ജരായ ദീക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ പ്രീതിയോടെ ഈ സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മ പെങ്ങന്മാരെ, നാടിന്റെയും ദീനിന്റെയും കാവലാളികളായ യുവ സുഹൃത്തുക്കളെ, SKSSFന്റെയും SYSന്റെയും SKSBയുടെയും കർമ്മോത്സുകരായ നേതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന പുണ്യ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. നമ്മുടെ കൂടെ ഈ വേദിയിൽ ഉണ്ടാവേണ്ടിയിരുന്ന നമ്മുടെ നാടിന്റെ ഓരോ മണൽത്തരികളും ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന നഗരി, ഈ കാണുന്ന നന്മയുള്ള നാട്, ഈ മണ്ണ്, ഈ കലാലയം, ഈ സ്റ്റേജ്, ഈ പരിസരം എന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന മഹാനായ മർഹൂം CPA കരീം ഫൈദി ഉസ്താദ്, പടച്ചോനെ നീ ദറജ ഉയർത്തണേ അല്ലാ. അല്ലാഹുവേ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. SKSSFന്റെ പാളയം ശാഖ പ്രവർത്തകർ സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിൽ മർഹൂം CPA കരീം ഫൈദി ഉസ്താദിന്റെ നാമധേയത്തിൽ സഹചാരി സെന്റർ പാണക്കാട്ട് പ്രിയപ്പെട്ട മുത്ത് സയ്യിദ് നൗഫൽ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടപ്പോ അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലങ്ങളൊക്കെ പ്രിയപ്പെട്ട കരീം ഫൈദി ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൂടെ ജീവിച്ച് ഞങ്ങൾ കണ്ടു കൊതിതീരും മുമ്പ് വിട പറഞ്ഞു പോയ പ്രിയ ഉസ്താദിന് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരുടെ ഭാര്യ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരുടെ ശിഷ്യധനങ്ങളെ നീ ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മൺമറഞ്ഞു പോയ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എന്റെ വന്യരായ ശൈഖുന ഉസ്താദ്, അല്ലാഹുവേ മട്ടന്നൂരിനടുത്ത് വെളിയമ്പ്രയിൽ ദർസ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുവര്യർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവിടുന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ച സ്ഥാപനത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം ജനുവരി 13 ഇരട്ടിക്കടുത്ത നടത്തപ്പെടുമ്പോ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടത്തി തരണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ പ്രിയപ്പെട്ട മഹാനായ മൂടിയാട് മൗലാ ഖദ്ദസല്ലാഹു മഹാനുഭാവന്റെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയുമായിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണത്തടുത്ത് പനങ്ങാങ്ങര എന്ന പ്രദേശത്ത് മഹാനായ മൂടിയാട് മൗലാ തങ്ങളുടെ മഖ്ബറയുടെ ചാരത്ത് മഹാനായ മൂടിയാട് ഉസ്താദ് തങ്ങളുടെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്, പദവി ഉയർത്തണേ അല്ലാഹ്, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്.
ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞാനിന്നിവിടെ വന്നപ്പോൾ ഭക്ഷണം നൽകിയ വീട്ടുകാർ, പ്രിയ സുഹൃത്തുക്കളായ തൻവീർ സാഹിബ്, അവരുടെ പെങ്ങളുടെ ഭർത്താവ് ആബിദ് സാഹിബ് അടക്കമുള്ളവർ, ആ വീട്ടുകാർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ വന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പാളയത്തുള്ള അഞ്ചരക്കണ്ടിയിലുള്ള കല്ലായിയിലുള്ള തൊട്ടടുത്ത പല മഹല്ലുകളിലുള്ള പലരും വേദിയിലും സദസ്സിലുമുണ്ട്. റബ്ബേ, ഞങ്ങളുടെ മുത്തൂക്ക അടക്കമുള്ള ഒരുപാട് ആളുകൾ സദസ്സിലുണ്ട്. നീ ആഫിയത്തും ദീർഘായുസ്സും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും അൽഹംദുലില്ലാഹ് പറഞ്ഞേ. അല്ലാഹു നമുക്ക് നൽകിയത് വലിയൊരു സൗഭാഗ്യമാണ്. ബഹുമാനപ്പെട്ട സമസ്ത എന്ന പടുവൃക്ഷത്തിന്റെ ശാഖകളായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള സന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ പാളയം ശാഖ സംഘടിപ്പിക്കപ്പെട്ട സഹചാരി സെന്റർ ഉദ്ഘാടനവും സിൽവർ ജൂബിലി സമ്മേളനവും ഇവിടെ നടക്കുമ്പോ ത്രിദിനങ്ങളിലായിട്ട് സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിന്റെ ഒന്നാം ദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന മജ്‌ലിസാണിത്. ഇത് സംഘടിപ്പിച്ച സംഘാടകർ പടച്ചവന്റെ പ്രീതിയോടുകൂടെ നടക്കുന്ന മക്കളാണ്. ഇതിന് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ അധ്വാനിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവിടെ എന്നെ ക്ഷണിച്ച എന്റെ പ്രിയ സുഹൃത്തുക്കളായ അനസ് സാഹിബ് അടക്കമുള്ള, മുഹമ്മദ് ഷാഫി മാസ്റ്റർ അടക്കമുള്ള ഒരുപാട് നേതാക്കൾ, SKSSFന്റെ കർമ്മോത്സുകനായ പ്രവർത്തകർ, അവർക്ക് വേണ്ടി താങ്ങും തണലുമായി നിൽക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, ഈ നാടിന്റെ നന്മ മരങ്ങളായ രക്ഷിതാക്കൾ, ഉമ്മപെങ്ങന്മാർ, പ്രിയപ്പെട്ടവരെ, ഇത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. എത്രയോ നാടുകളില് വളർന്നു വരുന്ന യുവാക്കൾ, വളർന്നു വരുന്ന മക്കള് പല പിടച്ച വടികളിലും അകപ്പെട്ടു പോയപ്പോ ആ വടികളിൽ അകപ്പെട്ടതിന്റെ പേരിൽ പൊട്ടിക്കറിയുന്ന മാതാപിതാക്കളുടെ മുഖം കാണാൻ കഴിയാതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന നാട്ടുകാരെ ഞങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. എന്നാൽ ഞങ്ങളുടെ പാളയം എന്ന് പറയുന്ന ഈ നാട്, ഇതിന് നേതൃത്വം നൽകുന്ന മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ അജയ്യമായ സാരഥികൾ, ആ പ്രവർത്തനത്തിന്റെ ചുറ്റാൻ പിടിക്കുന്ന നേതാക്കൾ, അവരുടെ തണലിനായിട്ട് സമസ്തയുടെ പടയണികൾ ഇവിടെ പ്രവർത്തിക്കുമ്പോ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇത്രയേറെ അത്യർഹമായ സേവനം നൽകാൻ ഇതിന് നേതൃത്വം നൽകിയ മഹാനായിരുന്നു, വിട പറഞ്ഞു പോയ മഹാനായ കരീം ഫൈലി ഉസ്താദ് അന്ന് എങ്ങനെയാണോ മക്കളുടെ കൈ പിടിച്ചുയർത്തിക്കൊണ്ടുവന്നത്, ഇന്നും ഉസ്താദ് ഖബറിലാണെങ്കിലും പ്രിയപ്പെട്ടവരുടെ നേതൃത്വത്തിൽ തന്നെയാണ്, അവിടുത്തെ തർബിയത്തിൽ തന്നെയാണ് നമ്മുടെ മക്കൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ആ പ്രിയപ്പെട്ട മഹാനുഭാവന്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന നന്മയുടെ പ്രതീകമാണ്. എന്തിനേറെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ നമ്മുടെ മക്കള് തീരുമാനിച്ചപ്പോ SKSSFന്റെ പ്രവർത്തകരെന്താ ചെയ്തതെന്നറിയാം? മഹാനായ കരീം ഫൈലി ഉസ്താദിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അവിടുന്ന് ഫാത്തിഹ ഓതി, മുഅവ്വിദത്തൈനി ഓതി, ഇഖ്ലാസ് ഓതി, അതുപോലെ യാസീൻ പാരായണം ചെയ്ത് പ്രിയപ്പെട്ട കരീം ഫൈലി ഉസ്താദിന്റെ മുന്നിൽ വെച്ചിട്ട് പൊന്നു മക്കൾ അവിടുന്ന് പറഞ്ഞു, ഞങ്ങളുടെ SKSSFന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഉസ്താദിന്റെ എല്ലാ പൊരുത്തവും മക്കളാവുന്ന ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് സംഘടിപ്പിച്ച എന്റെ സംഘാടകരെ, ഈ കാണുന്ന പാരാപാരം പോലെ പരന്നു കിടക്കുന്ന പാളയത്തുള്ള മുത്തുമുഅ്മിനീങ്ങൾ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരാണ് എന്നതിന്റെ അടയാളമാണ് കാണുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്, റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. മുഅ്മിനീങ്ങളെ, സഹചാരി സെന്ററിന് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളുണ്ടല്ലോ, എത്രയോ നിർദ്ധരായ രോഗികൾക്ക് വേണ്ടി താങ്ങും തണലുമായി നിൽക്കുന്ന പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. സഹചാരിയുടെ പ്രവർത്തനം അറിയുന്ന ആളുകൾക്കറിയുമല്ലോ, കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നും മുന്നിൽ നിൽക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ മക്കൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ എന്നോടും നിങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത്, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടുന്ന എല്ലാവിധ സഹകരണവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഇതുവരെ നിങ്ങൾ സഹകരിച്ചതുപോലെ ഇനിയും സഹകരിക്കണം. കാരണം നമ്മുടെ മക്കൾ സഞ്ചരിക്കുന്ന പാത അത്രമേൽ സ്തുത്യർഹമായ പാതയാണ്. ഇന്ന് പല നാടുകളിലും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അടിമകളായ കൂട്ടുകെട്ടിപ്പെട്ടിട്ട് തന്റെ യൗവന പ്രസരിപ്പിന്റെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന ഇന്നത്തെ ചുറ്റുപാടില് പടച്ചവനെ ഓർത്തുകൊണ്ട് ജീവിക്കണമെന്ന മോഹത്തോടുകൂടെ റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം നടത്തണമെന്ന ആഗ്രഹത്തോടുകൂടെ ഈ നാടിന്റെ നന്മമരങ്ങളായ മക്കൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ പറഞ്ഞത്, യർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ, എങ്കിൽ മേലായ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നമ്മൾ ആളുകളോട് കരുണ കാണിച്ചാലേ നമ്മോട് ആര് കരുണ കാണിക്കുകയുള്ളൂ? എന്താ നിങ്ങൾ പറയാത്തത്? ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമ്മൾ ജനങ്ങളോട്, വേണ്ടപ്പെട്ടവരോട് കരുണ കാണിച്ചാലേ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുകയുള്ളൂ. ആ കാരുണ്യമാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ വളരെ മനോഹരമായ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ സഹാബാക്കളെ ഇരുത്തിയിട്ട് ഒരു ദിവസം പറയുകയാണ്, ബൈനമാ റജുലുൻ യംശി ഒരു വഴിയിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങൾക്ക്, നമ്മുടെ വീട്ടിലുള്ള ആടുകൾക്ക്, നമ്മുടെ വീട്ടിലുള്ള കോഴികൾക്ക്, നമ്മുടെ വീട്ടിലുള്ള പിന്നെ ആടുകൾ പറഞ്ഞു, കോഴികൾ പറഞ്ഞു, മൃഗങ്ങൾ പറഞ്ഞു, പിന്നെ പശുവാ, പിന്നെ പൂച്ച, ഇങ്ങനെയുള്ള ജീവികളുണ്ടല്ലോ. ഈ ജീവികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നവരാണ്. നമ്മൾ പൂച്ചക്ക് വരെ ഭക്ഷണം കൊടുക്കുന്നവരാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന നേരത്ത് ടേബിളിന്റെ അരികിൽ വന്നിട്ട് നമ്മുടെ കാല് ടച്ച് ചെയ്തിട്ട് പൂച്ച ഒന്ന് വിളിക്കും നമ്മളെ, അല്ലേ? പൂച്ച എന്താ വിളിക്ക? മ്യാവു, അല്ലേ? എന്താ മ്യാവിന്റെ അർത്ഥം? എന്താ അർത്ഥം? നിങ്ങൾ മാത്രം തിന്നാ പോരാ, എനിക്കും തരൂ, അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ മുഅ്മിനീങ്ങളെ, ആ പൂച്ചയെ പരിഗണിക്കുന്നവരാണെങ്കിൽ പൂച്ച വന്ന് നമ്മുടെ കാലിന് ടച്ച് ചെയ്യൂല. കാരണം അതിനറിയാം, ഈ വീട്ടുകാരനായ പ്രിയപ്പെട്ടവരെ ഭക്ഷണം കഴിച്ച് ഒരു വിഹിതം എനിക്ക് വേണ്ടി ഒരു ഭാഗത്ത് മാറ്റിവെച്ച് തന്നെ ഭക്ഷിപ്പിക്കുമെന്നറിയാം. എന്നാൽ ആ പൂച്ചയ്ക്ക് പോലും ഭക്ഷണം കൊടുത്താൽ, കരുണ കാണിച്ചാൽ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടുമെന്ന് മുത്തുനബി പറയുമ്പോ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് സഹജീവികളോട് നമ്മൾ കരുണ കാണിക്കണം. നമ്മുടെ മക്കളോട്, കുടുംബക്കാരോട്, നാട്ടുകാരോട്, ഭാര്യയോട്, ഭർത്താവിനോട്, അയൽവാസികളോട് കരുണ കാണിക്കേണ്ടവർ കരുണ കാണിക്കണേ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ കേൾക്കണേ, നബി തങ്ങൾ പറയുകയാണ്, ബൈനമാ റജുലുൻ യംശി ബിതരീഖ്. ഒരു ചെറുപ്പക്കാരൻ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഇസ്തദ്ദാലൈഹിൽ അതിശു, ആ ചെറുപ്പക്കാരന് ദാഹം പിടികൂടുകയാണ്. ഫവജദ ബിറാ, ദാഹം കൂടിയ നേരത്ത് ആ ചെറുപ്പക്കാരൻ കുടിക്കാൻ വെള്ളത്തിന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടിക്കുവാനുള്ള വെള്ളം എവിടുന്ന് ലഭിക്കുമെന്ന് അന്വേഷിക്കുന്നതിനിടയില് പോകുന്ന വഴിയിൽ ഒരു കിണർ കാണുകയാ. ഫനസല ബിഹാ, ആ കിണറിൽ ആ ചെറുപ്പക്കാരൻ ഇറങ്ങുകയാണ്. ഫശരിബ, ആ കിണറിൽ നിന്ന് വെള്ളം കോരാനുള്ള ഉപകരണമില്ലാത്തതിന്റെ പേരില് കിണറിലിറങ്ങിയിട്ട് വെള്ളം കുടിച്ചു. സുമ്മ
പിന്നെ കിണറിൽ നിന്ന് ചെറുപ്പക്കാരൻ പുറത്തിറങ്ങാനൊരുങ്ങുമ്പോ ഫഇദാ ആ സമയത്ത് ചെറുപ്പക്കാരൻ കണ്ടത് കൽബുന്നൊരു നായയാണ് യൽഹസു യഅകുലു സറാ മിനൽ ആതിശി ദാഹാദിക്യത്താൽ നാവ് തൂക്കിയിട്ടുകൊണ്ട് മണ്ണ് നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നായയാണ് ആ ചെറുപ്പക്കാരൻ കണ്ടത്. ഉടനെ തന്നെ ദാഹിച്ചവശനായിട്ട് വെള്ളത്തിന് തേടി നടന്നിരുന്ന ചെറുപ്പക്കാരന് കിണറിലിറങ്ങിയിട്ട് വെള്ളം കുടിച്ച് ദാഹമകറ്റി കരയിലിറങ്ങുന്ന നേരത്ത് ആ ദാഹിച്ചു നിൽക്കുന്ന നായയെ കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ലഖദ് ബലഗ ഹാദൽ ഖൽബ് മിനൽ അത്ശി മിസ്ലല്ലദീ കാന ബലഗ ബി. എനിക്ക് പിടികൂടിയതുപോലെയുള്ള ദാഹം ഈ നായക്കും പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ദാഹം അകറ്റിയതുപോലെ ഈ ജീവിയുടെ ദാഹവും ഞാൻ അകറ്റി കൊടുക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചിട്ട് ഫനസലൽ ബിഅറ, ആ നായയോട് കരുണ കാണിച്ചിട്ട് കിണറിലേക്ക് ആ ചെറുപ്പക്കാരൻ ഇറങ്ങുകയാണ്. എന്നിട്ട് ഫമലഅ ഖുഫ്ഫഹു, ധരിച്ച ഖുഫ്ഫ അങ്ങഴിച്ചു. എന്നിട്ട് സുമ്മ അംസകഹു ബിഫീഹി, അതിൽ വെള്ളം നിറച്ചിട്ട് വായ കൊണ്ടത് കടിച്ചു പിടിച്ചു. എന്നിട്ട് പടകൾ ചവിട്ടി അവിടെ നിന്ന് കിണറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫസഖൽ ഖൽബ, ആ ദാഹിച്ചു നിൽക്കുന്ന നായയുടെ മുന്നിൽ ആ നിറച്ചു വെച്ച പാത്രത്തിലുള്ള ആ ഖുഫയിലുള്ള വെള്ളം നായക്ക് കുടിക്കാൻ കൊടുത്തു. ആ നായ വെള്ളം കുടിച്ചു, അതിന്റെ ദാഹമകറ്റി. ഇത് അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഒരുമിച്ച് കൂടിയ സഹാബാക്കളോട് പറയുകയാ, ഇത് കണ്ടപാട് ഫശകറല്ലാഹു ലഹു, അല്ലാഹു ആ ചെറുപ്പക്കാരനെ ആദരിക്കുകയാണ്. ഫഗുഫിറ ലഹു, ആ ചെറുപ്പക്കാരൻ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയുണ്ട് അത് മുഴുവനും ഈ ഒരു നന്മയുടെ കാരണം കൊണ്ടല്ല പുറത്തു കൊടുക്കുകയാണ്. മാത്രമല്ല ആ ചെറുപ്പക്കാരന് സ്വർഗത്തിലേക്കുള്ള വഴിയല്ല തുറന്നു കൊടുക്കുകയാണ്. ഇത് നബി തങ്ങളെ പറഞ്ഞപ്പോ സഹാബാക്കളെല്ലാവരും റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട പൂമുഖത്ത് നോക്കിയപ്പോൾ നബി തങ്ങളോട് ചോദിച്ചു, എത്രയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, വഇന്ന ലനാ ഫിൽ ബഹാഇമി അജ്റാ, നാൽക്കാലി മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്താൽ, അവർക്ക് അന്നം നൽകിയാൽ, അവരുടെ വിശപ്പകറ്റിയാൽ, അവരുടെ ദാഹമകറ്റിയാൽ ഞങ്ങൾക്ക് കൂലി കിട്ടുമോ നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഫീ കുല്ലി ദാതി കബ്ദത്തിൻ അജ്റാ, ജീവനുള്ള ഏത് വസ്തുവിന് നിങ്ങൾ അന്നം കൊടുത്താലും വെള്ളം കൊടുത്താലും കൂലിയുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈ കരുണ നമുക്കും നടത്താൻ തൗഫീക്ക് തരട്ടെ. ഒരാളുടെ വീടിലെ കിണറിലെ വെള്ളം വറ്റിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടുത്തെ വെള്ളം വറ്റിപ്പോയി? ഒരു വീട്ടിലെ കിണർ, തൊട്ടടുത്ത വീട്ടിലെ കിണർ നിറയെ എന്തുണ്ട്? വെള്ളമുണ്ട്. ഈ അയൽവാസി പോയിട്ട് അവനോട് ചോദിക്കാ, ഇക്ക അല്ലെങ്കിൽ ഇത്ത, എന്റെ കിണറിലെ വെള്ളം വറ്റിയിട്ടുണ്ട്, നിങ്ങളെ കിണറിൽ നിന്ന് കുറച്ച് ദിവസം ഞാൻ വെള്ളം എടുക്കട്ടെ? കരുണയുള്ള മനസ്സുള്ള ആളുകൾ എന്താ പറയാ? ആ എടുത്തോ. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ പറയാ? അല്ലേ? കരുണ ഇല്ലാത്തവരെന്താ പറയാ? ആ എന്റെ വെള്ളം ആരോ തൊട്ടുപോയെങ്കിലും എന്ന് പറയാ. എന്നാ ഓന്റെ വെള്ളാണോ? വെള്ളം ആര് തരുന്നതാ? അള്ളാഹു നൽകുന്നതാണ്. ആ വെള്ളം, അവന്റെ കിണറിലെ വെള്ളവും വറ്റിക്കാൻ ആർക്ക് കഴിയും? അള്ളാഹുവിന് കഴിയും. മുഅ്മിനീങ്ങളെ, തടയപ്പെടുന്ന കാലമാണ് ഇന്ന്. അയൽപക്ക ബന്ധങ്ങൾ വരെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. മത്സ്യം കഴുകിയ വെള്ളം അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് അറിയാതെ പതിഞ്ഞു പോയതിന്റെ പേരിന് വർഷങ്ങളോളമായി മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുവെച്ച് നടക്കുന്ന എത്ര വീടുകളാണ്. ഒരു ചെറിയ ഉദാഹരണം മാത്രം നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തിയതാണ്.
അതുകൊണ്ട് ശ്രദ്ധിക്കണേ, നമുക്കുണ്ടാവേണ്ടത് കരുണയുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനമാണ് സഹചാരിയുടെ മക്കള് നടത്തുന്നത്. ആ പ്രവർത്തനമാണ് SKSSFന്റെ പ്രിയപ്പെട്ട മക്കള് നടത്തുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മല്ലാ യർഹമിന്നാസ്, ജനങ്ങളോട് കരുണ ചെയ്യാത്തവന് ലാ യർഹമുല്ലാഹ്, അല്ലാഹു കരുണ ചെയ്യുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നബി തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, അൻ അഹബ്ബിൽ ഇബാദി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ധാരാളം അടിമകളുണ്ടല്ലോ, ആ അടിമകളിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളാരാണ്? ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? അടിമകളിൽ അല്ലാഹുവിന് ഇഷ്ടമുള്ളവരാരാ? ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അൻഫഉന്നാസി ലിന്നാസ്, ജനങ്ങളുടെ കൂടെ ജീവിക്കുമ്പോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ്. ജനങ്ങളുടെ കൂടെ ജീവിക്കുമ്പോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാരാണ്? അവനാണ് അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും റബ്ബിന്റെ ഇഷ്ടമുള്ളവനെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പല വിധത്തിൽ നമുക്ക് ഉപകാരം ചെയ്യാം. തടി കൊണ്ട് ഉപകാരം ചെയ്യാം, ധനം കൊണ്ട് ഉപകാരം ചെയ്യാം, നല്ല വാക്കുകൾ കൊണ്ട് ഉപകാരം ചെയ്യാം. വാഹനമുള്ളവരോ, ഒരാൾക്ക് വാഹനം ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു വാഹനം എടുത്ത് ഇങ്ങനെ പോകുമ്പോഴാണ് പാളയത്ത് നിന്ന് ഒരാൾ അഞ്ചരക്കണ്ടിയിൽ പോകാൻ വേണ്ടി റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവരെ കണ്ടപ്പോ ആ വാഹനത്തിലേക്ക് അവരെ കയറ്റി അവരെ പോകുന്ന വഴിയിൽ അഞ്ചരക്കണ്ടിയിൽ ഇറക്കി കൊടുത്തു. അതും ധർമ്മമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ ആരുടെയെങ്കിലും വാഹനത്തിൽ കയറിയിട്ടിറങ്ങുന്ന നേരത്ത് ആ ഡോർ അടക്കുന്നതൊക്കെ നമ്മൾ എങ്ങനെയാക്കണം അല്ലേ? ചിലപ്പോൾ ഇറങ്ങിയിട്ട് യാ അല്ലാഹ്, ഈ വാഹനം ഓടിക്കുന്നവന്റെ നെഞ്ചെന്തായി പോവും അല്ലേ? നമ്മളൊന്നും അങ്ങനെയല്ല, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഉപകാരം ചെയ്താൽ ഉപദ്രവമായി മാറുന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത്, നമ്മിൽ നിന്നുണ്ടാവരുത്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഏറ്റവും നല്ല അടിമകൾ ആരെന്നറിയോ? ജനങ്ങളുടെ കൂടെ ജീവിക്കുമ്പോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നവരാണ്. അറിയുമല്ലോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയുമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാനാണ്. പാവപ്പെട്ട ആളുകളുണ്ടെന്നറിയുമ്പോ അവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട ഖലീഫയായിരുന്നല്ലോ. ഭരണകസേരയിൽ ഇരിക്കുന്ന സമയത്ത് മഹാനുഭാവൻ ചെയ്ത സേവനങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കേട്ടവരാണല്ലോ മുഅ്മിനീങ്ങളെ. ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പാതിരാത്രിയിലെ നേരമാണ്, സമയം ഏകദേശം 12:30 മണി കഴിഞ്ഞ് 1 മണിയോടടുത്ത സമയമാണ്. എല്ലാവരും നിദ്രയിലെ കാണ്ട നേരമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വീടിന്റെ അരികിൽ വന്ന് തന്റെ വാഹനം നിർത്തുന്നു. എന്നിട്ട് വാഹനത്തിൽ നിന്നിറങ്ങുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ ഒരു വീട്ടിലേക്ക് കയറി പോകുന്നത് തൊട്ടടുത്ത് നിന്ന് മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു കാണുകയാണ്. തൽഹ തങ്ങൾ ഇങ്ങനെ നോക്കി നിന്നു. എന്തിനാണ് ഖലീഫ പാതിരാത്രിയിൽ ഒരു വീട്ടിലേക്ക് കയറുന്നത്? ആ വീട്ടിൽ എന്താണ് കാര്യം? ഖലീഫ എന്തിനാണ് മറ്റൊരു വീട്ടിലേക്ക് പാതിരാത്രിയിൽ കയറുന്നത്? എന്റെ പാളയത്തുള്ള ചെറുപ്പക്കാരാ, എന്റെ പാളയത്തുള്ള പ്രിയപ്പെട്ട ബാപ്പ,
പൊന്നു പെങ്ങളെ, രക്ഷിതാക്കളെ ശ്രദ്ധിക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സേവന പ്രവർത്തനം നമ്മളൊന്നറിയണേ. നബി തങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ കൂടെ ജീവിക്കുമ്പോ ഉപകാരം ചെയ്യുന്നവർ ആരാണോ അവരാണ് അടിമകളിൽ ഏറ്റവും ഉത്കൃഷ്ടരെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇത് ഉമർ തങ്ങൾ കേട്ടിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പാതിരാത്രിയിൽ ഒരു വീട്ടിലേക്ക് കയറിപ്പോയി. ആ രംഗം തൽഹ തങ്ങൾ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് പുറത്തിറങ്ങുന്നത് എന്നിങ്ങനെ വിദൂരത്ത് നിന്ന് നോക്കി നിന്നു. ഏകദേശം സുബ്ഹിയോടടുത്ത നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാ. തൽഹ റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ നോക്കി കാണുകയാ. തൽഹ തങ്ങളുടെ മനസ്സിൽ പല സംശയങ്ങളും വരുകയാ. എന്തിനാണ് ഖലീഫ ഒരു വീട്ടിലേക്ക് പാതിരാത്രിയിൽ കയറിപ്പോയതെന്ന്? എന്നാൽ ഇന്നിന്റെ പ്രഭാതം പൊട്ടിവിടർന്നാൽ അതന്വേഷിക്കുക തന്നെ വേണമെന്ന് മനസ്സിൽ കരുതി ഉമർ തങ്ങളാണെങ്കിൽ സുബ്ഹിയോടടുത്ത നേരത്ത് വീട്ടിൽ നിന്നിറങ്ങി വാഹനത്തിൽ കയറിയങ്ങ് യാത്ര ചെയ്ത് സുബ്ഹി കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. തൽഹ തങ്ങളതാ നേരെ ആ വീട് ലക്ഷ്യമാക്കി നടക്കുകയാ. തൽഹ തങ്ങൾ ആ വീടിന്റെ മുന്നിലെത്തുകയാ. തൽഹ തങ്ങൾ ആ വീട്ടുകാരോട് വീട്ടിൽ കയറാൻ സമ്മതം ചോദിക്കുകയാ. ആരുടെയും ശബ്ദം കേൾക്കുന്നില്ല. ഒരു ഇടറിയ സ്വരം മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാ. വീട്ടിലേക്ക് കയറട്ടെ എന്ന് ചോദിച്ചപ്പോ ഒരു ഇടറിയ സ്വരത്തിൽ ഒരു ശബ്ദം സമ്മതമായിട്ട് കേട്ടു. തൽഹ തങ്ങൾ വീട്ടിനകത്ത് കടന്നു. വീട്ടിനകത്ത് കടന്നിട്ട് വീടിനകത്തുള്ള റൂമുകൾ ഇങ്ങനെ പരിശോധിച്ചു. അപ്പോഴാണ് തൽഹ തങ്ങൾ വീട്ടിനകത്ത് ഒരു റൂം കാണുന്നു. എന്താണ് ആ റൂമിലുള്ളതെന്നറിയോ? പനനാര് കൊണ്ട് വരിഞ്ഞ് കോർത്തൊരു കട്ടില്, പഴമുണ്ട് മൂടിയ കിളവി രോഗമിലുണ്ടതിൽ, പനനാര് കൊണ്ട് വരിഞ്ഞ് കോർത്തൊരു കട്ടിലിൽ, പഴമുണ്ട് മൂടിയ കിളവി രോഗമിലുണ്ടതിൽ. പനയുടെ നാരറുത്തെടുത്തിട്ടുണ്ടാക്കിയ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ ഒരു പഴയ മുണ്ട് പുതച്ചിട്ട് ഒരു ഉമ്മ ഇങ്ങനെ കിടക്കുന്നു. പ്രായമുള്ള ഉമ്മയാ. ഈ സദസ്സിലും പലരുടെയും ഉമ്മ പ്രായമുള്ളവരല്ലേ, കഴിയാതെ വീട്ടിൽ കിടക്കുന്നവരല്ലേ. പടച്ചവനെ, രോഗമുള്ളവർക്ക് ശിഫ നൽകണേ അല്ലാ. പലരുടെയും ഉമ്മ ഖബറിലല്ലേ. മരണപ്പെട്ട ഉമ്മാനെ ഓർത്ത് കരയുന്ന മക്കൾ ഈ സദസ്സിലില്ലേ. എപ്പോൾ വിളിച്ചാലും ഉമ്മാനെ മറക്കല്ല ഉസ്താദ് എന്ന് പറയുന്നവർ ഈ സദസ്സിലുണ്ട്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ഞങ്ങള് മുത്തൂക്ക എന്ന് വിളിക്കുന്ന മുസ്തഫ സാഹിബ്, അതുപോലെ നവാസ് സാഹിബ്, അതുപോലെ സാദിക്കയടക്കമുള്ളവര് ഇടയ്ക്കിടെ ഫോണ് വിളിച്ചിട്ട് ഉമ്മാനെ മറക്കല്ല ഉസ്താദ്. മരണപ്പെട്ടു പോയ ഉമ്മയെ ഓർക്കുന്ന മക്കൾ ഈ സദസ്സിലുണ്ടല്ലോ. അതുപോലെ ഒരുപാട് ആളുകളുടെ ഉമ്മ മരിച്ചു പോയിട്ടില്ല, പാപ്പ മരണപ്പെട്ടു പോയിട്ടില്ല. പലരും ഖബറിലല്ലേ. പടച്ചവനെ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എന്റെ മുത്തുമുഅ്മിനീങ്ങളെ കേൾക്കണേ. അവിടുന്ന് തൽഹ തങ്ങൾ ആ വീട്ടിൽ കയറി ചെന്നപ്പോ കണ്ട രംഗം എന്തെന്നറിയോ? അവിടെ ഒരു വയസ്സുള്ള ഉമ്മ പഴകിയ ഒരു മുണ്ടിങ്ങനെ പുതച്ചിട്ട് കിടക്കുന്നുണ്ട്. ആ ഉമ്മയെ കണ്ടപാടെ തൽഹ തങ്ങൾ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, ഈ വീട്ടിൽ ആരെയും കാണുന്നില്ലല്ലോ. ഈ വീട്ടിൽ തനിച്ചാണല്ലോ ഉമ്മ കിടക്കുന്നത്. നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, ഈ വീട്ടിലൊരാളെയും കാണുന്നില്ലല്ലോ.
നിങ്ങൾക്ക് സേവനം ചെയ്യണമല്ലോ, നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ ആള് വേണമല്ലോ. അപ്പോഴാണ് ആ ഉമ്മ പറയുന്നത്, മോനെ എനിക്കെന്റെ സൃഷ്ടാവാണ് സേവനം ചെയ്യുന്നത്. ഉടനെ ഉമ്മയോട് തൽഹ തങ്ങൾ ചോദിച്ചു, ഉമ്മ സൃഷ്ടാവ് എങ്ങനെയാണ് ഉമ്മാക്ക് സേവനം ചെയ്യുന്നത്? അപ്പോഴാണ് തൽഹ തങ്ങൾ ഉമ്മ പറയുന്നത്, മോനെ രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നോ, എനിക്ക് രോഗം പിടിച്ചു കിടന്ന അന്നത്തെ നാള് തൊട്ട് ഇന്നലെ കഴിഞ്ഞ രാത്രി വരെ ഒരു ചെറുപ്പക്കാരൻ എന്റെ വീട്ടിൽ വരാറുണ്ട്. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് എന്താ ചെയ്യലെന്നറിയോ? മോനെ ഞാൻ ഈ കിടക്കുന്ന കട്ടില് കണ്ടോ? ഈ കട്ടിലിന്റെ മധ്യഭാഗത്തൊരു ദ്വാരമുണ്ട്. ആ ദ്വാരം എന്തിനാണ് വെക്കപ്പെട്ടതെന്നറിയോ? എനിക്കിവിടുന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ കഴിയൂല, എനിക്കിവിടുന്ന് എഴുന്നേറ്റ് പുറത്തു പോകാൻ സാധിക്കൂല. എന്റെ കാഷ്ടവും മൂത്രവും പുറത്തു കളയണമല്ലോ. ഈ കാണുന്ന കട്ടിലിന്റെ മധ്യഭാഗത്തൊരു ദ്വാരമുണ്ട്. അതിലൂടെ എന്റെ മൂത്രവും കാഷ്ടവും പുറത്തേക്ക് താഴെ വീഴുമ്പോ, മോനെ ഞാൻ ഈ കിടക്കുന്ന കട്ടിലിന്റെ അടിഭാഗത്തൊരു ചട്ടി കണ്ടു. ഈ ചട്ടിയിലാണ് എന്റെ മൂത്രവും കാഷ്ടവും വന്ന് വീഴാറുള്ളത്. ആ ചട്ടിയിലേക്ക് എന്റെ മൂത്രവും കാഷ്ടവും വന്ന് വീഴുമ്പോ രോഗത്തിലാ കിടപ്പായ നാൾ മുതലിന്നോ വരും രാത്രിയിൽ ആര് ഒരാളടുത്തെന്നോ കാഷ്ടിച്ച ചട്ടിയെ എടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. എന്റെ മൂത്രവും കാഷ്ടവുമുള്ള ചട്ടിയുണ്ടല്ലോ, അതെടുത്തിട്ട് പുറത്തു കൊണ്ടുപോയിട്ട് അത് കളയേണ്ടിടത്ത് കളഞ്ഞിട്ട് ആ ചട്ടി വെള്ളമൊടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട്, മോനെ എന്റെ കട്ടിലിന്റെ അടിയില്ല വരുന്ന ചെറുപ്പക്കാരൻ വെക്കാറുണ്ട്. മാത്രമല്ല എന്നെ കുളിപ്പിക്കണമല്ലോ, എന്നെ കഴുകിത്തരണമല്ലോ, എന്റെ വസ്ത്രമലക്കണമല്ലോ. എന്റെ അടുത്ത് വന്ന ചെറുപ്പക്കാരനാണ് അതൊക്കെ ചെയ്യാറുള്ളത്. അവസാനം എന്റെ അടുത്ത് നിന്ന് പോകാനൊരുങ്ങുമ്പോ ആ ചെറുപ്പക്കാരൻ എന്നോട് പറയും, ഉമ്മ സങ്കടപ്പെടണ്ട, ഉമ്മാക്ക് കടിക്കാൻ ഫുഡ് വേണ്ടേ, കുടിക്കാൻ വെള്ളം വേണ്ടേ, ഉമ്മ ഒരു സങ്കടവും മനസ്സിൽ കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പൊതിയൊന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ. സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. ആ വന്ന ചെറുപ്പക്കാരന് ഒരു പൊതി ഭക്ഷണം എന്റെ കയ്യിൽ തന്നിട്ട് കുടിക്കാനുള്ള വെള്ളമൊരുക്കി വെച്ചിട്ട് വളരെ സന്തോഷമുള്ള വാക്ക് തന്നിട്ട് സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ. സന്താപമല്ല നീങ്ങുവാനുതകുന്നതാ. സന്തോഷമുള്ള വാക്കെന്നോട് പറയാറുണ്ട്, എന്നിട്ട് സന്താപങ്ങളൊക്കെ നീങ്ങാൻ അത് കാരണമാകാറുണ്ട്. അങ്ങനെ പോകുന്ന നേരത്തെ ഭക്ഷണം പൊതി തന്നു, വെള്ളം തന്നിട്ട് എന്നോട് യാത്ര പറഞ്ഞിട്ട് പോകാറുള്ളത്. ഇത് ത്വൽഹ തങ്ങൾ അങ്ങ് കേട്ടപ്പോ ഇത് കേട്ടു തൽഹ തന്നതാ കരയുന്നേ. അറിവുണ്ടോ ഉമ്മ ഇതാരാണെന്ന്? ഉമ്മാന്റെ അടുത്ത് ഒരാള് വന്നിട്ട് പോകാറില്ലേ, ഉമ്മാക്ക് സേവനം ചെയ്യാറില്ലേ? ആ വരുന്ന വ്യക്തിയെ ഉമ്മയ്ക്കറിയുമോ? ഉമ്മ ഇല്ല മോനെ, എനിക്കറിയില്ല. എനിക്ക് രോഗം പിടിപെട്ട അന്ന് തൊട്ട് ഇന്നലെ വരെ ആ ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. നല്ല ചെറുപ്പക്കാരനാണെന്നറിയാം, പക്ഷെ ആരാണെന്ന് എനിക്കറിയില്ലെന്നും പറയുമ്പോ പെട്ടെന്ന് ഉമ്മയോട് ത്വൽഹ തങ്ങൾ പറയുന്നു, ഉമ്മ എങ്കിൽ കേട്ടോ, ആ വരുന്നവരാരാണെന്നറിയാം?
കിസ്റാ ഭരിക്കും കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീർ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർ കുമ്മിമാമവരല്ലോ. ജനങ്ങൾക്ക് മുഴുവനും സേവകരായിട്ട് നിലകൊണ്ടിരുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞപ്പോ ഉമ്മ എവിടെന്ന് കരയുകയാ, ഉമ്മ സങ്കടപ്പെടുകയാ. ഖലീഫയാണോ വന്നെന്റെ എല്ലാം വൃത്തിയാക്കി തന്നതെന്ന്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്ത സേവന പ്രവർത്തനമുണ്ടല്ലോ, ഇതുപോലെയുള്ള സേവന പ്രവർത്തന പദത്തിലാണ് നമ്മുടെ സഹചാരിയുടെ മക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണേ, നമുക്കും ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കാനുള്ള സന്മനസ്സുണ്ടാകണോ. നമ്മുടെ വീട്ടിലും വയസ്സുള്ള ഉമ്മയുണ്ടാകുമല്ലോ, വയസ്സുള്ള ബാപ്പയുണ്ടാകുമല്ലോ. ഒരു നേരം ബെഡിൽ മൂത്രമൊഴിച്ചു എന്നതിന്റെ പേരിന് ഉമ്മാനെ തെറി വിളിക്കുന്ന മക്കളാണെങ്കിൽ, ബാപ്പാനെ കുറ്റപ്പെടുത്തുന്ന മക്കളാണെങ്കിൽ ശ്രദ്ധിക്കണേ ഉമ്മ, ശ്രദ്ധിക്കണേ പെങ്ങളെ, ശ്രദ്ധിക്കണേ രക്ഷിതാക്കളെ. ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ എത്രയാ ഉമ്മാന്റെ മടിയിൽ മൂത്രമൊടിച്ചത്, എത്രയാ ഉപ്പാന്റെ തോളിൽ കാഷ്ടിച്ചത്, എത്രയാ വിരിപ്പിൽ ഞങ്ങൾ മൂത്രവും കാഷ്ടവും ഒഴുക്കിയത്. അപ്പോഴൊന്നും അവര് ഞങ്ങളെ തെറി വിളിച്ചില്ലല്ലോ, അവര് ഞങ്ങളെ വലിച്ചു വിദൂരത്തെറിഞ്ഞില്ലല്ലോ. അവര് ഞങ്ങളെ വാരിയെടുത്ത് കൊണ്ടുപോയിട്ട് വെള്ളമെടുത്ത് കഴുകി വൃത്തിയാക്കി തന്നിട്ട്, ഞങ്ങളുടെ ശരീരം വൃത്തിയാക്കി ഞങ്ങൾക്ക് പുത്തനുടുപ്പ് ധരിപ്പിച്ച് തന്നിട്ട് പിന്നെയല്ലേ അവരവരുടെ ശരീരം കഴുകാറുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട അവരുണ്ടല്ലോ, അവരെ ഇവിടുന്ന് തെറി വിളിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടാവല്ലേ ഉമ്മ. അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ പറ. അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു ഞങ്ങളുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലേ, നമുക്കറിയാം നമ്മൾ ചെറിയ പ്രായത്തില്, നിങ്ങൾ കേൾക്കുന്നില്ലേ, ചെറിയ പ്രായത്തില് നമ്മളിങ്ങനെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആദ്യമായിട്ട് റോഡിലൂടെ ബസ് പോകുന്നത് നമ്മൾ കണ്ടത്. എന്ത് കണ്ടത്? ബസ്. എല്ലാവർക്കും ബസ് അറിയില്ലേ? അറിയാം. അപ്പൊ ആദ്യമായിട്ട് ബസ് കണ്ടപ്പോ നമ്മൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ അതെന്താ പോയത്? അപ്പൊ ഉമ്മ പറയും, മോനെ അതെന്താണ്, എന്താണ് പോയത്? ബസ്സാണ് മോനെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം വീണ്ടും വേറൊരു ബസ് അതിലൂടെ പോയി. അപ്പൊ വീണ്ടും ഉമ്മ അതെന്താ പോയ ഉമ്മ? അപ്പോഴാണ് ഉമ്മ വീണ്ടും പറയുന്നത്, മോനെ അതെന്താണ്? ബസ്സാണ് മോനെ. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും പോകുന്നു. ഉമ്മാനോട് ചോദിച്ചപ്പോ ഉമ്മ പറയുന്നു, മോനെ അതെന്താണ്? ഇനി നോക്കുക, ഈ ഉമ്മ വയസ്സായി ഞങ്ങളുടെ അഥവാ കുട്ടികളുടെ പ്രായത്തിൽ സംസാരിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഉമ്മ വാർദ്ധക്യ ദശയിലെത്തി. നമ്മൾ വലുതായി. നമ്മളിങ്ങനെ വലുതായ സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് സിറ്റ് ഔട്ടിൽ ഉമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ബസ് ഇങ്ങനെ പോകുന്നത്. ആ ഉമ്മ കൗതുകത്തോടെ ആ സമയത്തുള്ള ചിന്ത വെച്ചിട്ട് മക്കളാകുന്ന നമ്മളോട് ചോദിച്ചു, മോനെ അല്ലെങ്കിൽ മോളെ അതെന്നാ മോളെ പോയത്? അത് ബസ്സാ ഉമ്മ. എന്താ പറഞ്ഞത്? അത് ബസ്സാ ഉമ്മ. രണ്ടാമതും ചോദിച്ചു, അത് ബസ്സാ ഉമ്മ. വേറൊരു ബസ് പോയപ്പോ മൂന്നാമതും ബസ്, അതെന്നാ മോളെ പോയേ? അപ്പാടുണ്ട് പിന്നെ നമ്മളെ സ്വഭാവം മാറല്. ഉമ്മാനോടല്ലേ ബസ്സാ 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 എന്ന് പറഞ്ഞ പിന്നെന്നായി ചോദിച്ചോണ്ട് നിൽക്കുന്നേ? മനസ്സിലായില്ല? എനിക്ക് സംഗതി മനസ്സിലായോ? 10 വട്ടം നമ്മൾ ഉമ്മയോടും ഉപ്പയോട് ചോദിച്ചപ്പോ ഓല് നമ്മളോട് ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നു, അത് ബസ്സാ മോനെ, അത് കാറാ മോനെ, അത് ഓട്ടോറിക്ഷ മോനെ, അത് ബൈക്കാ മോനെ, അത് സൈക്കിളാ മോനെ. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഉദാഹരണപ്പെടുത്തി നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്? ഞങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിൽ കാരുണ്യ പ്രവർത്തനത്തിന്റെ കണികകള് മുറിയാതെ എന്നും നിലനിർത്തുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തോട്, മാതാവിനോട്, പിതാവിനോട്, മക്കളോട്, ഭാര്യയോട്,
ഭർത്താവിനോട് കരുണയുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ഒരിക്കലും ഒരിടത്തും നമ്മൾ കർക്കശമായി അതല്ലെങ്കിൽ ദുസ്വഭാവികളായി പെരുമാറരുത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്. നബി തങ്ങളോട് രണ്ടാമത് ചോദിച്ചു, വഅൻ അഫ്ളലിൽ അഅമാലി യാ റസൂലല്ലാഹ്, ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ ഏതാണ് റസൂലേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇദ്ഖാലുസ് സുറൂരി അലാ ഖൽബിൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന് സന്തോഷമിട്ട് കൊടുക്കലാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് സന്തോഷം കൊടുക്കലാണ്. എങ്ങനെയാണ് സന്തോഷം കിട്ടുക? യത്റുദു അൻഹു ജൂഅ, ഒന്നുകിൽ അവന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കുക, ഔ യഖ്ളിയ ലഹു ദൈനാ, അല്ലെങ്കിൽ കടം വീട്ടിക്കൊടുക്കുക. വിശക്കുന്നാക്ക് ഭക്ഷണം കൊടുത്താൽ അവർക്ക് വല്ലാത്ത സന്തോഷായിരിക്കും. മോനെ, വിശക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടിയാൽ സന്തോഷം ഉണ്ടാവൂലേ? സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ, അല്ലാഹു മഹാന്റെ ദറജ ഉയർത്തട്ടെ. ആമീൻ പറ. അല്ലാഹു മഹാന്റെ ദറജ ഉയർത്തട്ടെ. അത്തിപ്പറ്റ ഉസ്താദിന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് തരട്ടെ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദോ തങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ആളുകൾക്ക് നല്ലോണം ഭക്ഷണം കഴിക്കാൻ എന്താക്കണം? കൊടുക്കണം. മഹാനുഭാവന്റെ അരികിൽ പോയവർക്കറിയാലോ, ഒരു പാത്രത്തിലാണ് എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ മഹാനുഭാവൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം നല്ലോണം കഴിക്കാൻ കൊടുക്കണം. കാരണം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവസാനം കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അഥവാ ഭക്ഷണം ഒരിക്കൽ ഇട്ട് കൊടുത്ത് അത് കഴിച്ച്, രണ്ടാമത് ഇട്ട് കൊടുത്ത് അത് കഴിച്ച്, മൂന്നാമത് ഇട്ട് കൊടുക്കുമ്പോണ്ട് പറയുന്നത്, മതി മതി, എനിക്കെന്തായി, വയറ് പള്ള ഫുള്ളായി, വയറ് നിറഞ്ഞു, അതുകൊണ്ട് മതി എന്ന് പറയുന്നൊരു വാക്കുണ്ടെങ്കിൽ അത് എന്ത് കഴിക്കുമ്പോഴേ ഉണ്ടാവും? ഭക്ഷണം. നേരെ മറിച്ച് ഒരാൾക്ക് പൈസ കൊടുത്തോണ്ടിരുന്നാലോ, ഓൻ കിട്ടുന്നേനെ പറയും, പോരട്ടെ 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 പോരട്ടെ, അല്ലേ? മതി എന്നാരും പറയൂല. അതാണ് അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത്, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ആ ഭക്ഷണം കഴിച്ചിട്ട് അവസാനം ഒരു വാക്കുണ്ട്, മതി, എന്റെ വയറ് നിറഞ്ഞു എന്ന് പറയുന്നൊരു വാക്കില്ലേ, അത് ഖൽബ് നിറഞ്ഞിട്ട് പറയുന്ന വാക്കാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇദ്ഖാലുസ് സുറൂരി അലാ ഖൽബിൽ മുഅ്മിനി, ഒരു മുഅ്മിനിന് ഒരാൾ സന്തോഷമിട്ട് കൊടുത്താൽ എങ്ങനെ? യത്റുദു അൻഹു ജൂഅ, അവന്റെ വിശപ്പകറ്റാൻ വേണ്ടി ഭക്ഷണം കൊടുത്തു. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരുപാട് വീട്ടുകാർ ഈ നാട്ടിലുണ്ട്. ഞങ്ങളെ സ്നേഹിക്കുന്ന പലരും ഈ മഹല്ലിലുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന കല്ലായി മഹല്ലിലുള്ള പ്രിയപ്പെട്ട ഹനീഫ മാസ്റ്റർ, അഷ്റഫ് സാഹിബ് അടക്കമുള്ളവർ ഈ സദസ്സിലുണ്ട്. പടച്ചവനെ, ഈ നാട്ടിലുള്ള ഒരുപാട് നേതാക്കൾ ഇവിടെയുണ്ട്. അല്ലാഹുവേ, ജോലി ചെയ്യുന്ന കല്ലായി മഹല്ലിൽ നിന്ന് ഭക്ഷണം തന്ന വീട്ടുകാരുണ്ട്. ഈ പാളയത്ത് നിന്ന് ഒരുപാട് വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വന്നപ്പോ ഭക്ഷണം തന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ വീട്, നമ്മുടെ ആബിദ് സാഹിബ്, തൻവീർ സാഹിബ് അടക്കമുള്ളവരുടെ ആ വീട്, റബ്ബേ, അവിടെയുള്ള ഉമ്മപങ്ങന്മാര്, ആ ഭക്ഷണം പാചകം ചെയ്തവര്, എല്ലാവർക്കും ഖൈറ് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഈ നാടിന്റെ നന്മ മരങ്ങളായ പ്രിയപ്പെട്ട രക്ഷിതാക്കള്, യുവാക്കള്, നാട്ടുകാര്, എവിടെയും നീ ആരെയും കൊടുക്കരുത് അല്ലാഹ്. മുഅ്മിനീങ്ങളെ കേൾക്കണേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അവരെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലും ത്വയ്യിബുമാവണം. ആരുടെയെങ്കിലും അടുത്തുനിന്ന് പിടിച്ചു പറിച്ചിട്ട് കൊണ്ടാന്ന് കഴിച്ച എന്താവൂല? പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടൂല. അന്യന്റെ മുതല് അപഹരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും വളരെയേറെ പ്രയാസകരമായ അവസ്ഥയായിരിക്കുന്ന. കഴിക്കുന്നത് ഹലാലായിരിക്കണം. അല്ലാഹു നമ്മുടെ വയറ്റിലൊക്കെ ചെന്ന ഭക്ഷണങ്ങൾ ഹലാലായ ഭക്ഷണമാക്കി തരട്ടെ. ആമീൻ പറ. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, എന്റെ വന്യരായ ശൈഖുനാ ഉസ്താദ്
അജ്മീർ യാത്രയിൽ പോകുന്ന നേരത്ത് മുംബൈയിലുള്ള ബോംബെയിലുള്ള പലയിടങ്ങളിലും പോകാറുണ്ട്. ഞങ്ങളും ഒന്നിച്ച് യാത്രയിൽ ഉണ്ടാവാറുണ്ട്. ബോംബെയിൽ ഞങ്ങൾ എത്തിയാൽ അവിടെ ഞങ്ങളെ സൽക്കരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പടച്ചവനെ, പലരുടെയും ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്. പലരും നാട്ടിലേക്ക് ബിസിനസ്സുമായി വന്നിട്ടുണ്ട്. നീ എല്ലാവർക്കും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ നാട്ടുകാരനായ സേട്ടു എന്നെല്ലാവരും വിളിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പടച്ചോനെ, വിട പറഞ്ഞു പോയ അവർക്കും അഥവാ വിട പറഞ്ഞു പോയ ഈ നാട്ടിലുള്ള ഓരോ ആളുകൾക്കും റബ്ബേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് വേണ്ടി സന്തോഷത്തോടെ സൽക്കരിക്കുന്ന ഒരുപാട് ആളുകള് അവര് പ്രതീക്ഷിക്കുന്നത് പടച്ചവന്റെ പ്രീതി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കടിക്കുന്ന ഭക്ഷണം അത് ഹലാലായ തയ്യിബായ ഭക്ഷണമായിരിക്കണമെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിജ്ഞയായി മാറണം. നമുക്കറിയുമല്ലോ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രിയപ്പെട്ട പണ്ഡിതനായിരുന്നല്ലോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ. മഹാന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് തരട്ടെ. മഹാന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ പറ. അല്ലാഹു നമുക്ക് തരട്ടെ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു തങ്ങളുടെ അരികില് ഒരു പ്രവാസിയായ ചെറുപ്പക്കാരൻ വന്നു. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരു പുതിയ വീട് വെച്ചിട്ടുണ്ട്. വീടിന്റെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് കണ്ടിട്ടുണ്ട്. ഉദ്ഘാടനം നടത്താൻ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കിട്ടണോ? കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാന്റെ അരികിൽ ചെറുപ്പക്കാരൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ വീടിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഉദ്ഘാടനമാണ് ബാക്കി. അതുകൊണ്ട് ഉസ്താദ് എന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് വരണോ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനുഭാവൻ ചോദിച്ചു, മോനെവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ഗൾഫിലാണ് ഉസ്താദ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ രണ്ടാമത്തെ ചോദ്യം, മോനെ, നിനക്ക് അവിടെ എത്രയാണ് ശമ്പളമുള്ളത്? അവിടെന്ന് പറഞ്ഞു, എനിക്ക് ഇത്ര ശമ്പളമുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനുഭാവൻ ചോദിച്ചു, മോൻ എത്ര വർഷമായി അവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ ഇത്ര വർഷമായി ഉസ്താദ്. തിരിച്ച് മറുപടി പറഞ്ഞു. പിന്നെ മഹാനുഭാവൻ ചോദിച്ചു, മോനെടുത്ത വീടിന് എത്ര സംഖ്യ ചെലവ് വന്നിട്ടുണ്ട്? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു തങ്ങളോട് വീടിന് വന്ന സംഖ്യയുടെ ചെലവിനെ കുറിച്ച് പറഞ്ഞു. മഹാനുഭാവൻ അവിടത്തെ രണ്ട് കണ്ണുകൾ അവിടെന്ന് ചിമ്മി ഒരൽപ്പനേരം കഴിഞ്ഞ് തുറന്നു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, മോന്റെ വീട്ടില് ഒരു ഹറാമായ മുതലും കടന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഹലാലായ മുതൽ കൊണ്ടുണ്ടാക്കിയ വീടാണെന്നറിഞ്ഞു. അതുകൊണ്ട് ഞാൻ മോന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് വരാം. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ഞാൻ അവിടെ മോന്റെ വീട്ടിലേക്ക് വന്നാൽ വീടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുടിക്കാൻ തരുന്ന വെള്ളമുണ്ടല്ലോ, കടിക്കാൻ തരുന്ന ഭക്ഷണമുണ്ടല്ലോ, അതും ഹലാലായ മുതൽ കൊണ്ട് വാങ്ങിയതായിരിക്കണം മോനെ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു തങ്ങളോട് ആ വന്ന ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദേ, എന്റെ വീട്ടിൽ വിളമ്പുന്ന ഭക്ഷണവും പാനീയങ്ങളും അത് റബ്ബിന്റെ പൊരുത്തത്തിലുള്ള സമ്പത്ത് കൊണ്ട് ഉണ്ടാക്കി വെക്കപ്പെട്ട വിഭവങ്ങളാണ്. അതിൽ യാതൊരു സംശയവുമില്ല ഉസ്താദ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? മഹാനുഭാവൻ ധരിച്ച കമീസ് അങ്ങ് ഉയർത്തി, എന്നിട്ട് പള്ളയിൽ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ അഹമ്മദിന് ഓർമ്മ വെച്ച നാള് മുതൽ ഇന്നേ വരെ ഈ അഹമ്മദിന്റെ വയറ്റില് ഒരു ഹറാമായ മുതലും കടന്നിട്ടില്ല. ഇന്നേ വരെ ഒരു ഹറാമായ ഭക്ഷണം എന്റെ വയറ്റിൽ കടന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയും എനിക്ക് ശപഥം ചെയ്തിട്ടുണ്ട്, എന്റെ വയറ്റിൽ ഹറാം
ഹറാമായ മുതൽ കടക്കരുതെന്ന് അതുകൊണ്ട് പറഞ്ഞതാണ് മോനെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ. ആ മഹത്തുക്കളുടെ ജീവിതം അല്ലാഹു നമുക്ക് തരട്ടെ. ഇന്ന് പല നാടുകളിൽ നടക്കുന്ന കല്യാണങ്ങൾ എത്ര ദിവസം കല്യാണം? 4. പിന്നെ ഞാൻ ഒരു 2 പിന്നെ ഒരു സദസ്സിന് ചോദിച്ചപ്പോ ഉസ്താദ് 7 ദിവസവും കല്യാണം എന്ന് പറഞ്ഞു. പടച്ചോനെ, ഞാൻ എന്താ? പിന്നെ അദ്ദേഹം എണ്ണാൻ തുടങ്ങി. നമ്മുടെ പാളയത്തൊന്നും അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. സാധാരണയിൽ നിന്ന് നമുക്കൊക്കെ പഴയ കാലങ്ങളിലെ പരിചയമുള്ളതുപോലെ ആത്മാവിനെ ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിൽ നടക്കുന്ന ഫംഗ്ഷനുകൾ മാത്രമേ നമ്മുടെ മഹല്ലിലുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു നമ്മുടെ നാടിന്റെ നല്ല പേര് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. എന്നാ ദിവസങ്ങളോളം കല്യാണങ്ങൾ നടക്കുമ്പോഴും ആ കല്യാണത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് അന്നം കടിച്ച് വെള്ളം കുടിച്ച് ഭക്ഷണം കടിച്ചിട്ട് വയറ് നിറച്ച് പുറത്ത് വരുമ്പോഴും വരുന്ന ആരെങ്കിലും ആലോചിക്കാറുണ്ടോ ഈ കടിച്ച ഭക്ഷണങ്ങളൊക്കെ ഹലാലായ രൂപത്തിലുള്ള ഭക്ഷണമാണോ എന്ന് ആലോചന നടത്താറുണ്ടോ? അടുത്തിടെ ഒരു കല്യാണം കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞ ഉടനെ അവിടെയുള്ള കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ രഹസ്യമായിട്ട് സങ്കടത്തോടെ വന്ന് പറഞ്ഞത്, ആ കല്യാണം നടന്നത് ഉസ്താദേ ലോൺ എടുത്തിട്ടാണ് കല്യാണം നടത്തിയതെന്നാണ്. ആളെ മുന്നില് വലിയ ആളാകാൻ വേണ്ടിട്ട് എന്താക്കി, പലിശക്ക് വേണ്ടി പണമെടുത്തിട്ടാണ് കല്യാണം നടത്തിയതെന്ന് പറയുന്നൊരു ചുറ്റുപാടിലേക്കാണ് പോകുന്നത്. പടച്ചോനെ നീ കാക്കണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ക്യാമറ നമ്മുടെ മുന്നിലേക്ക് തുറക്കപ്പെട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് പിടിക്കപ്പെടുന്നതെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അല്ലാ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളെ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ കാവൽക്കാരനായിരുന്നു. ഒരു രാജാവിന്റെ തോട്ടമായിരുന്നു ആ മുന്തിരിക്കുലയുള്ള തോട്ടം. ആ രാജാവാണെങ്കിലോ പടച്ചവനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന തഖ്വയുള്ള മനുഷ്യനാണ്. രാജാവ് ഒരു ദിവസം തന്റെ വടികളിലൂടെ നടന്ന് സവാരി ചെയ്ത് സഞ്ചരിച്ച് ഈ തോട്ടത്തിലെത്തുകയാണ്. മുന്തിരിത്തോട്ടത്തില് അതിന് പാറാവ് നിൽക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് എന്നവരാണ്. ആ പാറാവുകാരനായ തോട്ടത്തിലേക്ക്, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളുള്ള തോട്ടത്തിലേക്ക് ആ രാജാവ് വരികയാണ്. രാജാവാണെങ്കിൽ അവിടെ ആ തോട്ടത്തിലെത്തിയ നേരത്ത് വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിരുന്നു. വിശ്രമിക്കാനിരുന്ന നേരത്ത് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളെന്ന തോട്ടം നോക്കി നടത്തുന്ന ആളെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഇടതൂർന്ന് നിൽക്കുന്ന മുന്തിരിക്കുലകളുണ്ടല്ലോ, ഇതിൽ നിന്നും പഴുത്ത് പാകമായ മധുരമുള്ള മുന്തിരിക്കുലയെടുത്ത് എനിക്ക് കൊണ്ടുതരണോ, ഞാൻ അതിൽ നിന്ന് കഴിക്കട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ ചെന്നു മുന്തിരിക്കുലയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തു. അത് രാജാവ് കടിക്കാൻ തുടങ്ങി. പക്ഷേ വല്ലാത്ത പുളി അനുഭവപ്പെട്ടു. രാജാവ് പറഞ്ഞു, മറ്റൊരു കുല കൊണ്ടുവാ, ഇത് പുളിച്ചിട്ട് കടിക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മുന്തിരിക്കുലയെടുത്ത് കൊണ്ടുകൊടുത്തു. അതും അതേപടി പുളി തന്നെ. മൂന്നാമതും തിരിച്ചയച്ചു കൊണ്ടുവന്നു. അതും അതേ രൂപത്തിൽ തന്നെ. രാജാവിന്റെ മുഖത്തിന്റെ നിറം മാറാൻ തുടങ്ങി. രാജാവ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളെന്ന ആ മുന്തിരിത്തോട്ടത്തിന്റെ പാറാവുകാരനോട് പറയുകയാണ്, അല്ല, നിങ്ങൾ എത്ര വർഷമായി എന്റെ മുന്തിരിത്തോട്ടത്തിന് കാവൽ നിൽക്കുന്നത്? ഇന്നേ വരെ നിങ്ങൾക്ക് ഈ തോട്ടത്തിലുള്ള മുന്തിരിക്കൊലകളിൽ നിന്ന് പഴുത്ത് പാകമായതും മധുരമുള്ളതും രുചിയുള്ളതുമായ മുന്തിരി ഏതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് രാജാവ് ശകാര രൂപത്തില് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളോട് സംസാരിച്ചപ്പോ മഹാനുഭാവൻ രാജാവിനോട് പറയുന്നു, മഹാരാജാവേ, കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. 10 വർഷത്തിലധികമായി ഞാൻ ഈ തോട്ടത്തിന്റെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ 10 വർഷത്തിനിടയിൽ ഇന്നേ വരെ ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന്
ഒരു മുന്തിരി പോലും ഞാൻ എടുത്ത് തിന്നിട്ടില്ല. ഇതിന്റെ രുചി ഞാൻ നോക്കിയിട്ടില്ല. കാരണം എന്നെ നിങ്ങൾ ഇവിടെ നിർത്തുമ്പോ എനിക്ക് മുന്തിരി തിന്നാനുള്ള സമ്മതമല്ല തന്നത്, നിങ്ങൾ എന്നോട് ഇത് നോക്കാനേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മുന്തിരിയുടെ രുചിയൊന്നും ഞാൻ എടുത്ത് ഭക്ഷിച്ചിട്ടേ ഇല്ല. നിങ്ങൾ എന്നോട് ഭക്ഷിക്കാൻ വേണ്ടി സമ്മതം അന്ന് തന്നില്ല, അഥവാ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് ഇത്ര വർഷങ്ങളായിട്ട് ഇന്നേ വരെ നിങ്ങളുടെ തോട്ടത്തിലുള്ള ആ മുന്തിരി ഞാൻ ഭക്ഷിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. രാജാവ് ഇത് കേട്ടപാട് വല്ലാതെ അത്ഭുതപ്പെടുകയാ. രാജാവാണെങ്കിലും രാജാവിന് വിവാഹപ്രായമെത്തി നിൽക്കുന്നൊരു മകളുണ്ട്. ആ മകൾക്കൊരു ഇണയെ അന്വേഷിക്കുന്ന ഒരു ഘട്ടമാണ്. പടച്ചവനെ ഓർക്കുന്ന ആളെ കിട്ടണമെന്ന കൊതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ തോട്ടത്തിൽ വന്ന് പാറാവുകാരന്റെ സത്യസന്ധമായ വാക്ക് കേൾക്കുന്നത്. എത്രമേൽ പടച്ചവനെ ഓർക്കുന്ന ചെറുപ്പക്കാരന്. ഇത് കേട്ടപാടെ രാജാവിരുന്ന ഇരുപ്പിൽ നിന്നങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളെ അരികിലേക്ക് ചേർത്തു പിടിച്ചു. എന്നിട്ട് പറയുകയാണ്, മോനെ, ഇന്നേ വരെ നീ റബ്ബിനെ ഓർത്തുകൊണ്ട് എന്റെ സമ്മതമില്ല എന്ന് പറഞ്ഞതിന്റെ പേരില്, അതല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഭക്ഷിക്കാൻ വേണ്ടി പറയാത്തതാണെന്ന് നിങ്ങൾ കരുതിയതിന്റെ പേരില് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടെ ഈ തോട്ടത്തിനെ നല്ല നിലയിൽ നോക്കി നടത്തുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോ ഇനി എന്റെ മകൾക്ക് ഞാനൊരു വേറെ ഭർത്താവിനെ അന്വേഷിക്കുന്നില്ല. ഇത്രമേൽ പടച്ചവനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു തരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് രാജാവങ്ങ് പറയുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് അത്ഭുതപ്പെടുന്നത്. മുഅ്മിനീങ്ങളെ, ഞാൻ എന്തിനാണ് ഇത് ഓർമ്മപ്പെടുത്തിയതെന്നറിയോ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോ വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. വിചാരിക്കാത്ത ഭാഗത്തിലൂടെ റബ്ബ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി തരട്ടെ. ഖൈറും ബറക്കത്തും അല്ലാഹു ഏറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ വരുമ്പോൾ എല്ലാവരും അകമടിഞ്ഞ് സഹായിക്കണം, സഹകരിക്കണമെന്ന് വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്. ആമീൻ പറ. നീ സദസ്സ് കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. മാഷേ, ചിലപ്പോ എല്ലാ ആളുകളും പൈസ എടുത്തെന്ന് വരൂല. അതുകൊണ്ട് ഇനി വേണമെങ്കിൽ നാളത്തെ 2 ദിവസം പിറകില് ഗൂഗിൾ പേന്റെ ഇതും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ അവരതിൽ ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. കാരണം ഇപ്പൊ എല്ലാം അക്കൗണ്ട് വഴിയാണല്ലോ. അതുകൊണ്ട് കീശ ചിലപ്പോ ചില ആളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. എന്തായാലും ഉള്ള ആളുകൾ അബ്ദുറഹ്മാനിക്ക് പറയുന്നത് അല്ലേ, അബ്ദുറഹ്മാനിക്കല്ലേ? ആ, ചായ കുടി വരെ ഇപ്പം ഗൂഗിൾ പേ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. ഏതായാലും എല്ലാവരും ധർമ്മം ചെയ്യണം, ധർമ്മത്തിൽ മുന്നിൽ നിൽക്കണം. ഇന്ന് ഫസ്റ്റ് ആണല്ലോ, തുടക്ക ദിവസമാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു സഹായം നിങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ട് ഈ ഒരു സദസ്സിനെ വിജയിപ്പിക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും സന്തോഷവും നിലനിർത്തി തരട്ടെ. ഒരു 3 സലാത്ത് എല്ലാവരും ഒന്ന് ചൊല്ലുക. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, ഈ സദസ്സിലേക്ക്
ഒരുപാട് നമുക്കറിയാം, നമ്മുടെ സംഘാടകർ നടത്തുന്ന സഹചാരിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് നമ്മുടെ പ്രവർത്തകർക്ക് നമ്മുടെ സഹായം അത്യാവശ്യമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ സദസ്സിലേക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ദുആയുടെ മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ആ ഒരു വിഷയം ഏറ്റെടുക്കണം. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മഹല്ലിന്റെ പ്രിയങ്കരനായ സെക്രട്ടറി ഓർമ്മപ്പെടുത്തി, ഉസ്താദിന്റെ 11 മണിക്ക് എവിടെയോ പോകാനുണ്ട്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രഭാഷണം വേഗം തുടങ്ങണമെന്ന്. പ്രിയപ്പെട്ടവരെ, മറ്റൊരിടത്തേക്കല്ല പോകേണ്ടത്, മഹാനായ ശൈഖുന മൂരിയാട് മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് അവിടെ സുബ്ഹി നിസ്കാരത്തോടനുബന്ധിച്ച് ഉറൂസിന്റെ സമാപനം നടക്കാൻ പോവുകയാണ്. ഇന്നും നാളെയുമായിട്ട്, നാളെ രാവിലെ തൊട്ട് തുടങ്ങുന്ന പ്രോഗ്രാം, ഇന്ന് ജുമാ കഴിഞ്ഞ അസറിനോടനുബന്ധിച്ച് തുടങ്ങിയ പ്രോഗ്രാം നമ്മുടെ മഹല്ലിന്റെ പ്രിയങ്കരനായ ഖതീബ് നൗഷാദ് ബാഖവി ഉസ്താദ് അടക്കമുള്ള പ്രഗൽഭർ ഈ വേദിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പ്രിയപ്പെട്ട ഉസ്താദ് അവിടെ നടക്കുന്ന ഉറൂസ് മുബാറക്കിലേക്ക് പോകേണ്ടതുകൊണ്ട് നേരത്തെ പോയതാണ് എന്ന് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊക്കെ എത്തേണ്ടവരാണ്. എന്റെ വന്യരായ ശൈഖുന ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഗുരുവര്യരാണ് മഹാനായ ശൈഖുന മൂരിയാട് മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അവിടത്തേക്ക് യാത്ര പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ അഥവാ പോകാനുള്ള ഉദ്ദേശങ്ങളൊക്കെ വെച്ച് ഏതായാലും നമ്മുടെ ഡേറ്റ് ഇന്നത്തെ ദിവസം ഫിക്സ് ചെയ്ത ഈ ദിവസത്തില് ഉറൂസ് മുബാറക്കിന്റെ ഡേറ്റ് വന്നപ്പോ നമ്മുടെ സംഘാടകരെ വിളിച്ച് ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുമ്പോ സംഘാടകരുടെ മനസ്സിൽ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ ഉസ്താദ് എന്ന് പറയുന്ന ഒരു ധ്വനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വരാനും നിങ്ങളോടൊപ്പം നിൽക്കാനും നിങ്ങളുമായി ഈ സദസ്സിൽ സഹകരിക്കാനും തൗഫീഖ് തന്ന റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ സദസ്സിൽ വെച്ച് മഹാനായ മൂരിയാട് ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ, മഹാനായ കരീം ഫൈദി ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ, നമ്മുടെ നാട്ടിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും മൺമറിഞ്ഞു പോയ ഒരുപാട് ആളുകൾ, എല്ലാവരെയും കരുതി അവസാനം നമുക്ക് അല്പം തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സഹചാരിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണം. ഈ സദസ്സ് സംഘടിപ്പിച്ച സംഘാടകരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഊർജം നൽകണം. ധനം കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരങ്ങനെ. അതുകൊണ്ട് തന്നെ സദസ്സിൽ നിന്ന് പറ്റുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് ഓർമ്മപ്പെടുത്തണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഖ്യ പറയണം. ആരും മാറി നിൽക്കരുത്. പടച്ചോനെ നീ ഖൈർ നൽകണേ അല്ലാഹ്. മാഷാ അല്ലാഹ്. കായക്കൽ സാജിദ് ഹാജിക്കയും അനുജന്മാരും മരിച്ച ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യുവാൻ വേണ്ടി 10,000 രൂപ കൂലു തക്ബീർ. അല്ലാഹുവേ, പ്രിയപ്പെട്ട സാജിദ് ഹാജി സാഹിബ്, അതുപോലെ അവരുടെ അനുജന്മാര്, റബ്ബേ ഞങ്ങളുടെ മുത്തൂക്ക നവാസ് അടക്കമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാര്, അവരൊക്കെ ചേർന്ന് 10,000 രൂപ നൽകാമെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ ഉപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. റബ്ബേ, അവരുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. പാപമോചനം നൽകണേ അല്ലാഹ്. ഈ ധർമ്മം അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മക്കൾക്കും മക്കളുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. പിന്നെ സദസ്സിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്ന ആളുകളുള്ളത് പറ്റുന്നൊരു സംഖ്യ പറയാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരുള്ളത് പറഞ്ഞോ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായി എന്ന് വരില്ല. നിങ്ങൾ ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് നമ്മുടെ സംഘാടകരിലേക്ക് എത്തിച്ചാൽ മതി. ഉമ്മ പെങ്ങന്മാരുടെ ഇടയിൽ വളണ്ടിയർമാരുണ്ടാവുമല്ലോ. അപ്പൊ ഉമ്മമാരുടെ ഇടയിലേക്ക് വളണ്ടിയർമാരായ സഹോദരിമാർ, പ്രിയപ്പെട്ട പെൺകുട്ടികൾ, നിങ്ങളൊന്നിറങ്ങി ഉമ്മമാരുടെ ഇടയിൽ അവർ പറയുന്ന സംഖ്യകൾ നിങ്ങൾ എഴുതി വെക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാ സദസ്സിൽ നിന്ന് പറയുന്ന ആളുകളുള്ളത്? ഇൻഷാ അല്ലാഹ്. അള്ളാഹു നീ ഒരിക്കലും ആരെയും തളർത്തരുത് റബ്ബേ. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാ. പറ്റുന്ന സംഖ്യ പറയാ. ഇൻഷാ അല്ലാഹ്.
നിർബന്ധിപ്പിക്കുകയല്ല, പക്ഷെ നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കരീം ഫൈലി ഉസ്താദിന് ഈ സദസ്സ് കൊണ്ട് ഒരുപാട് സന്തോഷം അവിടെയുണ്ട്. പ്രിയപ്പെട്ടവരുടെ നോട്ടം ഈ സദസ്സിലുണ്ട്. ഇവിടെ നിന്ന് ധർമ്മം ചെയ്യുന്ന ആളുകൾ ദാനധർമ്മത്തിന്റെ വിഷയത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് ഞാൻ ഇത്ര നൽകാമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ട കരീം ഫൈലി ഉസ്താദിനടക്കം സന്തോഷമുള്ള ഒരു വലിയ നന്മയുള്ള മജ്‌ലിസാണിത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവേ, ഇവിടെ നിന്ന് ധർമ്മം ചെയ്യുന്ന ഒരാളെയും നീ എവിടെയും തളർത്തരുത് അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, റൗള കാണാൻ, സിയാറ ചെയ്യാൻ അവസരം നൽകണേ അല്ലാഹ്. ആരുള്ളത് ഇൻഷാ അല്ലാഹ് പറ്റുന്ന അൽഹംദുലില്ലാഹ് 2000 രൂപ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഷ്റഫ് കല്ലായിക്കാരനാണ്, ഇവിടെയാണ് താമസമെന്നറിഞ്ഞു റബ്ബേ. പ്രിയപ്പെട്ടവരുടെ ബാപ്പയും ഉമ്മയും ഖബറിലാ, സ്വർഗം കൊടുക്കണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അഷ്റഫ് കാക്ക് ആഫിയത്ത് നൽകണമല്ലാഹ്, ദീർഘായുസ്സ് കൊടുക്കണമല്ലാഹ്. ഉമ്മ പെങ്ങന്മാരുടെ അരികിൽ നിന്നും പറയുന്നവരുണ്ടാകും, 2000, 3000, 5000 കടിയുന്നത് പോലെ പറയുന്നവരാരൊക്കെയാണോ നീ സ്വീകരിക്കണമല്ലാഹ്. ഒരു ബുദ്ധിമുട്ടും ഒരാൾക്കും നൽകല്ല അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരിക്കലും എവിടെയും തളരുകയില്ല, തളർച്ച വരില്ല. ദീനിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളുടെ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ നൽകുമ്പോഴാണ് അവർക്ക് ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനും പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ നൽകുവാനുള്ള വഴികളും എളുപ്പമാവുക. അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കുക, അല്ലാഹു സഹായിക്കട്ടെ. പിന്നെ പറഞ്ഞു ആരെങ്കിലും? ഇൻഷാ അല്ലാഹ് പറ്റുന്ന ആളുകൾ പറഞ്ഞു. ഉമ്മമാരുടെ അടുത്ത് വളണ്ടിയർമാരുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് നോക്കുക, അവരെ കയ്യിൽ പേന നോട്ട് കൊടുക്കുക. അനസു ഒന്ന് നോക്ക്. അവിടെ ഉമ്മമാരുടെ അരികില് വളണ്ടിയർമാരായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ നിന്ന് 1000 രൂപ കൊടുക്കാൻ പറ്റുന്നവരുണ്ട്. 1000. അൽഹംദുലില്ലാഹ്. പേരെന്തേലും പറഞ്ഞ ഇവിടെ ദൂരത്തായോണ്ട് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, അറിയുന്ന ആളുകൾ തന്നെയായിരിക്കാം. നമ്മുടെ ഖാദർ മാസ്റ്റർ, മാഷാ അല്ലാഹ്. അവിടെ കുറച്ച് ഇരുട്ടാണ്, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവൂല. അതുകൊണ്ട് കേട്ടോ, ഇനിയിപ്പോ ഉസ്താദിനെ നമുക്ക് നല്ലോണം അറിയാലോ, ഉസ്താദിന്റെ പേരറിയില്ല എന്ന് ആരും വിചാരിക്കരുത്. അതുകൊണ്ട് പറയുന്ന ആളുകൾ പേരടക്കം പറയാ. അല്ലാഹുവേ, പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ മാസ്റ്റർ 1000 രൂപ നൽകാമെന്ന് പറഞ്ഞു, നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, വിഷമങ്ങൾ നീക്കണമല്ലാഹ്, ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പറയുന്നവരുടെ പേര് കൃത്യമായിട്ട് സംഘാടകർ എഴുതി വെക്കണേ. കാരണം പിന്നെ അത് ഓർമ്മ വരണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചെങ്കിലേ ഓർമ്മയുണ്ടാകൂ. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാഹ്. പിന്നെ ആരുള്ളത്? നമ്മുടെ പ്രിയപ്പെട്ട ആബിദ്, പ്രിയപ്പെട്ട സുഹൃത്ത്, ഈ നാട്ടിലെ പുതിയ പിള്ളയാണ് റബ്ബേ. ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോയ തൻവീർ എന്ന പ്രിയ കൂട്ടുകാരന്റെ പെങ്ങളുടെ ഭർത്താവാണ് ആബിദ് സാഹിബ്. ഒരുപാട് കാലമായി പ്രിയ സുഹൃത്താണ് ആബിദ് സാഹിബ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രിയ കൂട്ടുകാരന്റെ ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഉമ്മാന്റെ രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്. ഉമ്മാന്റെ വേദനകൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് റാഹത്ത് നൽകണേ അല്ലാഹ്. എപ്പോഴും ആ പ്രിയ കൂട്ടുകാരൻ പറയാറുള്ളത്, ഉസ്താദേ ഉമ്മാക്ക് ദുആ രക്കണേ, ഉമ്മാന്റെ രോഗം മാറാൻ ദുആ ചെയ്യണേ അല്ലാഹ്. 5000 രൂപ ധർമ്മം ചെയ്ത സഹോദരനാ, അവരുടെ ഉമ്മാന്റെ അസ്വസ്ഥതകൾ മാറ്റണമല്ലാഹ്. ബാപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ബാപ്പാന്റെ ഖബർ വെളിച്ചമാക്കണേ അല്ലാഹ്. പ്രിയ കൂട്ടുകാരന്റെ കുടുംബക്കാർക്ക് നീ സന്തോഷമുള്ള വാർത്തകൾ നൽകണമല്ലാഹ്. അല്ലാഹു സഹായിക്കട്ടെ. പിന്നെ ആരുള്ളത്? മരണപ്പെട്ട ഉപ്പാക്ക് ദുആ ചെയ്യാനും മക്കളുടെ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങാനും ഒരു സഹോദരി 1000 രൂപ അല്ലാഹുവേ സംഭാവന ചെയ്ത സഹോദരിയെ നിനക്കറിയുമല്ലോ. ആഫിയത്ത് നൽകണമല്ലാഹ്,
ദീർഘായുസ് കൊടുക്കണമല്ലാ. അവരുടെ മരണപ്പെട്ട ബാപ്പാക്ക് സ്വർഗം കൊടുക്കണമല്ലാ. മക്കളുടെ ജോലി സംബന്ധമായ വിഷയങ്ങൾ ഖൈറലാക്കണേ അല്ലാ. ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവരെ എല്ലാവരെയും നീ ഏറ്റെടുക്കണമല്ലാ. പിന്നെ ആരുള്ളത് പുരുഷന്മാരുടെ കൂട്ടത്തിൽ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെട്ടെന്ന് പറഞ്ഞു. അതുപോലെ ഒരു സഹോദരൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് 1000 രൂപ സംഭാവന പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരന്റെ പേര് നിനക്കറിയുമല്ലോ, കുടുംബം അറിയുമല്ലോ, വീടറിയുമല്ലോ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമല്ലോ. വിഷമങ്ങൾ നീക്കണേ അല്ലാ. ഖൈർ ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച നടക്കുന്ന സമാപന മഹാസമ്മേളനത്തില് വരുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണ വിതരണം ഇവിടെ നടത്താനിരിക്കുകയാണ്. മഹാനായ കരീം ഫൈസി ഉസ്താദിന്റെ പ്രത്യേകമായ പ്രാർത്ഥനാ സദസ്സെന്ന് നടന്നിട്ട് പ്രിയപ്പെട്ടവരുടെ പേരിലോ അഥവാ ഇവിടെ നിന്ന് ഭക്ഷണ വിതരണം നടത്തുമ്പോ ആ ഭക്ഷണത്തിലേക്ക് പ്രിയപ്പെട്ട ഉമ്മബങ്ങന്മാരടങ്ങുന്ന നമ്മുടെ മഹല്ലിലെ കൂട്ടായ്മയിലുള്ള ആളുകൾ ചേർന്ന് ഏകദേശം ഒരു 50 കിലോ മാംസത്തിന്റെ സംഖ്യ അതിലൂടെ സ്വരൂപിച്ചിട്ടുണ്ടെന്നറിയാൻ കഴിഞ്ഞു. പടച്ചവനെ, അതിനെ സഹായിച്ചവരെ നീ സഹായിക്കണമല്ലോ. നേതൃത്വം കൊടുത്തവരെ നീ ഏറ്റെടുക്കണമല്ലോ. കടങ്ങൾ വീട്ടണമല്ലോ. സതുദ്ദേശം നിറവേറ്റണമല്ലോ. അതുപോലെ തന്നെ ഇനി 50 കിലോ മാംസം കൂടി ആവശ്യമുണ്ട്. ആരെങ്കിലും ആ ഒരു കാര്യത്തിൽ ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുമൊന്ന് മുന്നിട്ടിറങ്ങി സഹകരിക്കണേ. പടച്ചവനെ, ഒരാളെയും എവിടെയും തളർത്തരുത് അല്ലാ. സമ്പത്ത് തരുന്നത് നീയാണ്, അത് എല്ലാ വർധനവും നൽകുന്നത് നീയാണ്. നീ എല്ലാവർക്കും ഖൈർ ഓശാരമായി നൽകണേ അല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ സഹോദരി 1000 രൂപ. അല്ലാഹുവേ, നീ അവരുടെ മാതാപിതാക്കൾക്ക് ഖൈർ കൊടുക്കണമല്ലോ. സംഭാവന ചെയ്ത സഹോദരി ആഫിയത്ത് നൽകണേ അല്ലാ. വിഷമങ്ങൾ നീക്കണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹു എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? പുരുഷന്മാരുടെ കൂട്ടത്തിൽ പറയുന്നവരുണ്ടോ? പെട്ടെന്ന് ഇനി ചാൻസ് എപ്പോഴാണ് കിട്ടാന്നറിയില്ല. ഒരു സഹോദരി 500 രൂപ. അല്ലാഹുവേ, നീ ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സഹോദരിയുടെ സതുദ്ദേശങ്ങൾ നിറവേറ്റണമല്ലാ. അല്ലാഹുവേ, വളണ്ടിയർമാരായ കുട്ടികള് ഉമ്മബങ്ങന്മാരുടെ അരികിൽ പോകുമ്പോ മോളെ എന്റെ വക 1000, എന്റെ വക 500 എന്ന് പറഞ്ഞ് കൃത്യമായ പേര് കൊടുത്ത് അഡ്രസ് കൊടുത്ത് സംഖ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. റബ്ബേ, ഒരിടത്തും തളർത്തല്ല അല്ലാ. ഖൈർ നൽകണേ അല്ലാ. അതുപോലെ ഈ സദസ്സിലുള്ള വേദിയിലുള്ള പ്രിയപ്പെട്ട സഹോദരൻ 500 രൂപ നൽകാമെന്ന് പറഞ്ഞു. ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ നീക്കണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹു സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പറയുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കുക. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരട്ടെ. ജോലിയാവശ്യാർത്ഥം വിദേശത്തേക്ക് പോകുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 1000 രൂപ. അല്ലാഹുവേ, അവരുടെ മകന്റെ ജോലി, അവരുടെ മകന്റെ യാത്ര, അവരുടെ മകന്റെ സതുദ്ദേശം നിറവേറ്റി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹു സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ്
ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ. ആ സഹോദരി ഉദ്ദേശിച്ചത് എന്താണോ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹു ഖബൂലാക്കട്ടെ. ഒരു സഹോദരി 2500 രൂപ. ബല്ലിയെ കാനക്കിസുകരാബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ. നഫീസത്തുൽ മിസ്രിയ ബീവിയെ സ്നേഹിക്കുന്ന സഹോദരിയാണ്. പേര് നിനക്കറിയുമല്ലോ റബ്ബേ, നാടറിയുമല്ലോ അല്ലാ. 2500 രൂപ നൽകാമെന്ന് പറഞ്ഞു. ആഫിയത്ത് കൊടുക്ക് അല്ലാ, ആരോഗ്യം നൽകു അല്ലാ, രോഗങ്ങൾ മാറ്റി അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹു ഖൈറിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ദുആയിലേക്ക് പ്രവേശിക്കുന്നു. കാര്യങ്ങളൊക്കെ എളുപ്പമാവാന്, ഉദ്ദേശങ്ങളൊക്കെ സഫലമാവാന് ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 1000 രൂപ നൽകാമെന്ന് പറഞ്ഞു. റബ്ബേ, ഒരുപാട് സതുദ്ദേശങ്ങളുള്ളവരാ, നിറവേറ്റി കൊടുക്കണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ, പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ, ജീവിതത്തിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹു ഖൈറിലാക്കി തരട്ടെ. ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞോട്ടോ. ഇൻഷാ അല്ലാഹ് ഈ കിട്ടുന്ന അവസരം ഇത് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു വർധനവ് നൽകിക്കൊണ്ടിരിക്കും. ഒരിക്കലും തീർന്നു പോകൂല. തീർന്നു പോകുന്ന ഒന്നല്ല, കൊടുക്കുന്ന സമ്പത്ത് അല്ലാഹു വർധനവ് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. പടച്ചവനെ നീ എല്ലാവരെയും ഏറ്റെടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദുആ ചെയ്ത് നമുക്കെല്ലാവർക്കും ഈ സദസ്സിൽ നിന്ന് ഹൃദയ സാന്നിധ്യത്തോടെ പ്രാർത്ഥന നടത്തി നമുക്ക് പിരിഞ്ഞു പോകാം. സദസ്സിൽ നിന്നൊരു പ്രിയപ്പെട്ട സഹോദരൻ 500 രൂപ നൽകാമെന്ന് പറഞ്ഞു. റബ്ബേ, ആ പ്രിയ കൂട്ടുകാരന്റെ പേര് നിനക്കറിയുമല്ലോ അല്ലാ. ആഫിയത്ത് കൊടുക്ക് അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ, ആരോഗ്യമുള്ള ദീർഘായുസ് നിലനിർത്തണേ അല്ലാ. ഇൻഷാ അല്ലാഹ് പുരുഷന്മാർക്കൊക്കെ ഒന്ന് അടുത്ത് വരാൻ പറ്റുമോ? ബുദ്ധിമുട്ടാവോ? ഒരു 5 മിനിറ്റ് ഒന്ന് മുന്നിൽ നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള നിൽക്കണ്ട കേട്ടോ. അല്ലാത്തവരോ നിങ്ങൾ അടുത്ത് വരിക. മക്കളെ നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാം. ആരും പ്രയാസപ്പെടരുത്. ഒരുപാട് മണിക്കൂറുകൾ ഈ സദസ്സിൽ പ്രഭാഷണം നടത്തണമെന്ന കൊതിയുണ്ട്. എന്നാലും നിങ്ങളുടെ പ്രാർത്ഥന അത് വലുതാണ്. ഈ സദസ്സ് സംഘടിപ്പിച്ച സംഘാടകർ ദിവസങ്ങളോളമായി കഷ്ടപ്പെട്ട അതിന്റെ ഫലമാണ് കാണുന്ന വളരെ മനോഹരമായ മജ്‌ലിസ്. ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം നൽകണേ അല്ലാ. ഒരാളെയും എവിടെയും തളർത്തരുത് റബ്ബേ. എല്ലാവർക്കും എല്ലായിടത്തും വിജയം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സംഭാവന നൽകുന്ന ആളുകൾ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കുക. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും സന്തോഷവും ഏറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പറയുന്നവരാരുണ്ടോ? നിങ്ങളെ വീട്ടിലൊക്കെ ഭണ്ഡാരയില്ലേ? ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ അറിയോ? നിങ്ങൾ പൈസ ഇട്ട് വെക്കുന്നേ അല്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും പൈസ എന്നാ നിങ്ങൾ സൂക്ഷിച്ചു വെക്കാറില്ലേ? ഉണ്ട്. അപ്പൊ ചില മഹല്ലുകളിലുള്ള മക്കളൊക്കെ അവർ സൂക്ഷിച്ചു വെച്ച സമ്പത്തിൽ നിന്ന് സഹചാരിക്ക് വേണ്ടി സംഭാവന ചെയ്തത് കാണാറുണ്ട്. നമ്മുടെ പാളയത്തെ മക്കളും അങ്ങനെയുള്ള നല്ല മക്കളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിശാദ നാളെയും മറ്റന്നാളും പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ മക്കള് വരെ ഈ സദസ്സിലുള്ള സഹചാരിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യാൻ മുന്നിട്ട് നിൽക്കുന്നവരാണ്. അല്ലാഹുവേ, നമ്മുടെ മക്കളെ നീ സഹായിക്കണേ അല്ലാഹ്. ഇവിടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, പെട്ടെന്ന് അത് വായിച്ച് ദുആ ചെയ്യാൻ. മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ, അതുപോലെ ഉപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ. തടിക്ക് ആരോഗ്യത്തിനും ആഫിയത്തിനും മരണപ്പെട്ട ഭർത്താവിന് ദുആ ചെയ്യാൻ 1000 രൂപ. മരണപ്പെട്ട ഭർത്താവിന് ദുആ ചെയ്യാൻ 500 രൂപ. കൈവേദന മാറാൻ 500 രൂപ. മരിച്ചുപോയ ഉമ്മാക്ക് ദുആ ചെയ്യാൻ 500 രൂപ. ദുആ ചെയ്യാൻ 500 രൂപ. ഈ പേരൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും അല്ലേ? പേര് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ആ പേരുകൾ വായിച്ച സംഭാവനകൾ എവിടെ അറിയിച്ച സഹോദരിമാർ മരണപ്പെട്ട ഭർത്താവിനെ ഓർത്തുകൊണ്ട് സംഭാവന ചെയ്തവരുണ്ട്. അവരുടെ വിട പറഞ്ഞ ഭർത്താവിന് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക്
ആഫിയത്ത് നൽകണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ എല്ലാവരെയും എല്ലായിടത്തും നീ വിജയികളിൽ പെടുത്തണേ അല്ലാ. ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ സംഘാടകർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇനി നാളെയുണ്ട് ഇൻഷാ അല്ലാ, പിന്നെ മറ്റന്നാളുണ്ട്. എല്ലാരും വരൂലേ ഇൻഷാ അല്ലാ? ഇന്ന് വരാത്ത ആളെല്ലാം ഇനിയുള്ള ദിവസവും കൂടി കൊണ്ടുവന്ന് ഈ സദസ്സ് വിജയിപ്പിക്കണം. ഇവിടെ ഹിഫ്ള് പഠിക്കുന്ന മക്കളുണ്ട്, പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ട്. പടച്ചോനെ, നീ എല്ലാ മക്കളെയും പഠിപ്പിക്കുന്ന ഗുരുനാഥനെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അതിനെ സഹായിച്ചവർ, സഹായിക്കുന്നവർ, അവരെ നീ സഹായിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കൊരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം. ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ മൂടിയാട് ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ, മഹാനായ കരീം ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ, നമ്മുടെ മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, മഹത്തുക്കൾ എല്ലാവരെയും മനസ്സിൽ കരുതി ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൂടെ ഇൻഷാ അല്ലാഹ്? എല്ലാവരും കൽബറിഞ്ഞ് ചെല്ലുക. അവരവരുടെ വേണ്ടപ്പെട്ടവരെ മനസ്സിൽ കരുതുക. അല്ലാഹുവേ, പാളയത്തെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഒരുപാട് ഖബറാളികളുണ്ട്, നീ പുറത്തു കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് മരിച്ചു പോയവർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്കെപ്പോഴും ഓർമ്മ വരുന്ന ഒരുപാട് മരണങ്ങൾ പല മഹല്ലുകളിലെ. ഈ മഹല്ലിൽ തന്നെ ചെറിയ പ്രായത്തിൽ വിട പറഞ്ഞു പോയ എത്രയോ ആളുകളുണ്ട്. പെങ്ങളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ വിട പറഞ്ഞു പോയ ചെറുപ്പക്കാരനുണ്ട് നമ്മുടെ മഹല്ലിൽ. നമുക്കൊക്കെ ഓർമ്മയുണ്ടാകുമെന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, വട്ടപ്പൊയിലിനടുത്തൊരു അപകടത്തിൽപ്പെട്ട് വിട പറഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനടക്കം ഈ ഖബർസ്ഥാനിൽ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരിച്ചു പോയവരിലുണ്ട്. നീ അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ അല്ലാ. എല്ലാവരെയും കരുതി ഒരു 11 തഹ്ലീൽ ചൊല്ലുക. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. ദുആ ചെയ്യാണ്. ദീർഘമായ പ്രാർത്ഥനയ്ക്ക് പകരം എല്ലാം ഉൾപ്പെടുത്തി ചുരുങ്ങിയൊരു ദുആ, നിങ്ങളുടെ ദുആയിലൊക്കെയുള്ളവനെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ മഹാനായ ശൈഖുന നാലാങ്കേരി ഉസ്താദ്, അതുപോലെ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, മക്കൾ, കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, ദർസിനെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇതുവഴി ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്, നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, കാലുവേദന, മുട്ടുവേദന, നടുവേദന, തലവേദന, പല്ലുവേദന, തൊണ്ടവേദന, ശരീരമാസകലമുള്ള ചൊറിച്ചലുകള്, ക്ഷീണങ്ങള്, വേദനകള്, അസ്വസ്ഥതകള് നീ ശിഫ തരണേ അല്ലാ. ഷുഗർ കൂടുന്നതും കുറഞ്ഞു പോകുന്നതും നീ കാക്കണേ അല്ലാ. പ്രഷർ കൂടുന്നതും കുറയുന്നതും നിയന്ത്രിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സ് സംഘടിപ്പിച്ച SKSSF-ന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, സഹചാരി സെന്ററിന് വേണ്ടി സഹായിച്ചവർ, അല്ലാഹുവേ, സഹചാരി സെന്ററിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സഹായങ്ങൾ നൽകിയത്, ബെഡ് തന്നവര്, അല്ലാഹുവേ, വീൽ ചെയർ തന്നവര്, മറ്റുള്ള പലതും നൽകിയവരുണ്ട് റബ്ബേ. സഹചാരി സെന്ററിനകത്ത് വെച്ച ഉപകരണങ്ങൾ ഓരോന്നും നൽകിയവരുണ്ട്. അവരുടെ പേരറിയുന്ന
വീടറിയുന്ന, കുടുംബമറിയുന്ന, നാടറിയുന്ന, ജോലി അറിയുന്ന അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇവിടെ സംഭാവനക്ക് ചോദിച്ചപ്പോ 10,000 തന്നവര്, 5,000 തന്നവര്, 2,000 നൽകിയവര്, 1,000 നൽകിയവര്, 500 നൽകിയവര് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, അവസാന ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലാഹുവേ മാംസത്തിന്റെ വിഷയം പറഞ്ഞപ്പോ ഏകദേശം 50 കിലോ കടുത്തുള്ള മാംസം നൽകാൻ സഹായിച്ച ഉമ്മമാര്, ബാപ്പമാര് ഒരുപാട് ആളുകളുണ്ട്. നീ അവരെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ വിതരണം ചെയ്തത്, അതുപോലെ ഇവിടെ സഹായിച്ചത് എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാ. പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ, ട്യൂമറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, അറ്റാക്കിൽ നിന്ന് കാവല് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഓരോ ആളുകളെയും ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്തിലാക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, റൗള കാണാൻ, സിയാറ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ആരെയും എവിടെയും വഷളത്തരത്തിൽ പെടുത്തല്ല അല്ലാ. ഇസ്സത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, പാളയം പള്ളിയുടെ പള്ളിമുറ്റത്തന്തിയിറങ്ങുന്ന മഹാനായ കരീം ഫൈലി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനുഭാവന്റെ ഖബറിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിന്റെ മഹത്വം എത്തിക്കണേ അല്ലാ. ആ പുഞ്ചിരിക്കുന്ന പൂമുഖം മനസ്സിൽ ഇങ്ങനെ വരുന്നു, ആ വിനയത്തിന്റെ ജീവിതം മനസ്സിൽ ഇങ്ങനെ വരുന്നു. പടച്ചവനെ, സ്വർഗം കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അജ്മാൻ എന്ന UAE-യിലുള്ള പ്രദേശത്ത് ഞാൻ അടുത്തിടെ ഒരു പ്രഭാഷണത്തിന് പോയപ്പോ ആ അജ്മാനിലുള്ള ഒരു ഷോപ്പ് കരീം ഫൈദി ഉസ്താദിന്റെ കുടുംബത്തിൽപ്പെട്ടവരുടെ ഷോപ്പായിരുന്നു. അവിടെ എന്നെ കൊണ്ടുപോയി അവിടെ നിന്ന് ദുആ ചെയ്യിപ്പിച്ചിരുന്നു. അവരവിടെ നിന്ന് പറഞ്ഞത്, ഉസ്താദേ, പ്രിയപ്പെട്ട കരീം ഫൈദി ഉസ്താദിനെ എവിടെയും മറക്കരുതെന്നാണ്. അല്ലാഹുവേ, അത്രമേൽ കുടുംബത്തിലുള്ളവർ പോലും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചവരാണ്. കരീം ഫൈദി ഉസ്താദ് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മഹാനായ ശൈഖുനാ മൂരിയാട് മൗലാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ ഉറൂസ് നടക്കുന്ന സമയമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മലപ്പുറത്ത് പെരിന്തൽമണ്ണക്കടുത്ത് പനങ്ങാങ്ങരയിലേക്ക് പടച്ചവനെ യാത്ര പോകാൻ ഉദ്ദേശിച്ചു നിൽക്കുന്നു. മഹാനായ മൂരിയാട് ഉസ്താദിന്റെ ദറജ ഉയർത്തണേ അല്ലാ. ഞങ്ങൾ ഇവിടെ നിന്ന് ചൊല്ലിയതിന്റെ സവാബ് മിസ്ൽ മഹാനുഭാവന്റെ മഖബറയിൽ എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തമുള്ള മക്കളാക്കി ഞങ്ങളെ വളർത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖബർ ആളുകളുണ്ട്. പാളയം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് നേതാക്കളുണ്ട്. പലരും ഖബറിലാണ്. നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന എല്ലാ ഖബറാളികൾക്കും മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, കല്ലായി ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖബറാളികളുണ്ട്, പുറത്തു കൊടുക്കണേ അല്ലാ. കല്ലായി മഖാമിൽ കിടക്കുന്ന മഹാന്മാരെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെ മഹല്ലുകളിലെ ഖബർസ്ഥാനിൽ കഴിയുന്നവരുണ്ട്, എല്ലാവർക്കും മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമ പകർന്നു തന്ന ഞങ്ങളുടെ ഉസ്താദുമാരെ നീ സഹായിക്കണേ അല്ലാ. അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ വന്യരായ ശൈഖുനാ ഉസ്താദ് റബ്ബേ നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവിടുന്ന് ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്റെ പാളയത്തുള്ള ശബ്ദം വീക്ഷിക്കുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വരുന്ന ജനുവരി 13-ന് ഇരിട്ടിക്കടുത്ത ഹാജി റോഡ് എന്ന് പറയുന്ന പ്രദേശം, ഇരിട്ടിയിൽ നിന്ന് പേരാവൂരിലേക്ക് പോകുന്നതിനിടയിൽ വിളക്കോടിന് പുറത്ത് ഹാജി റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ വന്യരായ ശൈഖുനാ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടത്തിന്റെ വലിയൊരാഗ്രഹമാകുന്ന സ്ഥാപനത്തിന്റെ കുറ്റി
കുറ്റിയടിക്കൽ കർമ്മം നടക്കുകയാണ്. എന്റെ പാളയം മഹല്ല് നിവാസികളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ലാഹുവേ, ആരൊക്കെ അതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, സഹകരിക്കുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ, അവരെ നീ സഹായിക്കണേ അല്ലാ, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, കുറ്റിയടിക്കൽ കർമ്മത്തിന് വേണ്ടി വരുന്നവരാരാണോ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കള് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, രോഗങ്ങൾ മാറ്റണേ അല്ലാ. മരണപ്പെട്ട മാതാപിതാക്കളുണ്ട്, സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. SKSSF-ന്റെ പ്രിയ പ്രവർത്തകര് എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ നീ അവരെ ഖൈറിലാക്കണേ അല്ലാ. ഇവിടെ നടക്കുന്ന മദ്രസ സംവിധാനം, അതുപോലെ ഹിഫ്ള് സംവിധാനം, അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാര്, പഠിക്കുന്ന മക്കള് എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ഇന്നിവിടെ വന്നപ്പോൾ ഭക്ഷണം തന്ന വീട്ടുകാര് അവർക്ക് ഖൈർ നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു, നീ ഖൈറിലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ലൈറ്റ് ആൻഡ് സൗണ്ട് വളരെ മനോഹരമായ രൂപത്തിൽ ക്രമീകരിച്ചവർ, ഇതിന്റെ